താങ്ക് യു. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. സ്തോത്രം. ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ വീണ്ടും കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ തക്കണം സ്വർഗത്തിലെ ദൈവം എന്റെ ജീവിതത്തിൽ ഒരുക്കി തരുന്ന നല്ല സാവകാശങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ ദിനം. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് ദൈവവാദപീഠത്തിലായിരിക്കാം കർത്താവ് ഒരുക്കി തന്ന നല്ല സാവകാശങ്ങൾക്കായി സ്തോത്രം. പ്രത്യേകിച്ച് ഈ ഡിസംബർ മാസം നിങ്ങൾ ഉപവാസത്തോടെ ദൈവസന്നിധിയിലായിരിക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ഈ ഡിസംബറിനോടുള്ള ബന്ധത്തില് ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് കർത്താവിനെ ഏൽപ്പിച്ച ദൈവീയ ആലോചനയിലേക്ക് നമുക്ക് ഒരുമിച്ച് പങ്കുചേരാം. സ്തോത്രം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ പലരും നിരാശയിലാണ്. ഡിസംബർ മാസത്തിലേക്ക് വരുമ്പോൾ പലരും നിരാശയിലാണ്. പ്രത്യേകിച്ച് വാഗ്ദത്തം കേട്ട് കടന്നു വരുന്ന ദൈവമക്കൾ നിരാശയില്ല. കാര്യം എന്താണെന്നറിയോ? അവര് പറയാറുണ്ട്, സ്തോത്രം പാസ്റ്ററെ, കഴിഞ്ഞ 11 മാസമായിട്ട് ഞങ്ങൾ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഡിസംബർ മാസമായി, 12-ാം മാസം എത്തി. ഇനി എന്ന് ഈ വാഗ്ദത്തങ്ങൾ നടക്കാനാ? സ്തോത്രം. ഹല്ലേലൂയ. ഇനി ഈ വാഗ്ദത്തങ്ങൾ നടക്കുമോ? യാതൊരു സാധ്യതകളുമില്ല. സ്തോത്രം. അങ്ങനെ ഒരു നിരാശയിലേക്ക് ദൈവജനത്തെ തള്ളിവിടുന്ന, സ്തോത്രം, ഈ വർഷവും കഴിയാൻ പോവുകയാണ്. സ്തോത്രം. ഞങ്ങൾ എത്ര വർഷമായിട്ട് ചില വാഗ്ദത്തങ്ങൾക്കായി കാത്തിരിക്കുന്നു. സ്തോത്രം. എന്നുള്ള പല നിലവാരത്തിലുള്ള നിരാശകളെ ശത്രു ഹൃദയത്തിലേക്ക് തള്ളിക്കയറ്റി വിടുന്ന, സ്തോത്രം, അല്ലെങ്കിൽ ഒരു മാസം, 12-ാം മാസം. എന്നാൽ നിങ്ങളോട് ഞാൻ വ്യത്യസ്തമായിട്ട് ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാണ്? ഈ 12-ാം മാസം, കഴിഞ്ഞ 11 മാസങ്ങൾ നടക്കാതെ കിടന്ന ചില വാഗ്ദത്തങ്ങൾ ദൈവത്തിന്റെ ആത്മ 12-ാം മാസം എന്റെ ജീവിതത്തിനകത്ത് നിവർത്തീകരിക്കുന്ന ഒരു മാസമാക്കി കർത്താവ് തീർക്കാൻ പോകുന്നു. എത്ര പേർ വിശ്വസിക്കാൻ തയ്യാറാ? സ്തോത്ര. കഴിഞ്ഞ 11 മാസം നീ കാണാത്ത ദൈവമഹത്വങ്ങളെ 12-ാമത്തെ മാസം നിന്റെ ലൈഫിനകത്ത് ചെയ്തു തരുവാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് ദൈവത്തോട് ഹല്ലേലൂയ നന്ദി പറയാൻ തയ്യാറാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ 11 മാസവും ഞാൻ കാണാത്ത ചിലത് ഈ 12-ാം മാസം എന്റെ ലൈഫിനകത്തിൽ ചില പൂർത്തീകരണം പോലെ ദൈവം കൊണ്ടുവരാൻ പോകുക. ചില പൂർത്തീകരണങ്ങൾ പോലെ, യെസ്, യേശുവിന്റെ നാമത്തിൽ ചില പൂർത്തീകരണങ്ങൾ പോലെ ചില ലൈഫിനകത്തിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ 11 മാസം നീ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വത്തെ ഈ 12-ാം മാസം ക്യാരി ചെയ്യുവാൻ തക്കണം. അങ്ങനെ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഈ 12-ാം മാസം ക്യാരി ചെയ്തെടുക്കുവാൻ തക്കണം. യെസ്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. സ്തോത്രം. ചില ലൈഫിനകത്തിൽ അതൊരു പുതപ്പ് പോലെ വീഴുന്ന ഒരു മാസമാക്കി ദൈവത്തിന്റെ ആത്മാവ് ഇതിനെ തീർക്കുവാൻ പോകുന്നു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം. സ്തോത്രം. ഈ 12-ാമത്തെ മാസം കടന്നിട്ടേ നമുക്കൊരു പുതിയ വർഷത്തിലേക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. 12-ാമത്തെ മാസം കടക്കാതെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. 12-ാമത്തെ മാസം കടക്കാതെ നവംബർ ആവുമ്പോൾ നമ്മൾ ഈ വർഷം തീർന്നെന്ന് പറയത്തില്ല. ഡിസംബർ 31 ആവുമ്പോഴേ നമ്മൾ ഈ മാസം തീർന്നെന്ന് പറയത്തുള്ളൂ. സ്തോത്രം. ഒന്നുകൂടെ പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം, ഡിസംബർ, ഹല്ലേലൂയ, ഒരു കംപ്ലീഷന്റെ, ഹല്ലേലൂയ, മാസമാണെങ്കിൽ, ഹല്ലേലൂയ, ഒരു വർഷത്തിന്റെ കംപ്ലീഷന്റെ മാസമാണ് ഡിസംബർ എങ്കിൽ ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചു, ഈ 12-ാം മാസം പൂർത്തീകരണം ഇല്ലെന്ന് കഴിഞ്ഞ 11 മാസമായി ശത്രു നിന്നോട് പറഞ്ഞ ചില വിഷയങ്ങൾക്ക് ഈ 12-ാം മാസം നീ പൂർത്തീകരണങ്ങൾ കാണാൻ പോകുക. പൂർത്തീകരണങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് അതരം തുറന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, ഈ 12-ാം മാസം തീരുന്നതിന് മുമ്പേ ചില വിഷയങ്ങൾക്കകത്ത് ഞാൻ പൂർത്തീകരണം കാണാൻ പോകുക. അങ്ങനെ ചിലർ ഹല്ലേലൂയ അതരം തുറന്ന് പകൽക്കാലം പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഈ 12-ാം മാസം, ഹല്ലേലൂയ, പൂർത്തീകരണം കാണാത്ത ഈ വർഷം, ഹല്ലേലൂയ, സ്തോത്രം, കഴിഞ്ഞ 11 മാസമായി പൂർത്തീകരണം കാണാതെ കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് ഈ 12-ാം മാസം ദൈവത്തിന്റെ ആത്മാവ് ചില കുടുംബങ്ങൾക്ക് വേണ്ടി, വ്യക്തികൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പൂർത്തീകരണങ്ങളെ അനുവദിക്കുന്ന ഒരു മാസമാക്കി ദൈവത്തിന്റെ ആത്മാവ് തീർക്കാൻ പോകുന്നെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, ഞാൻ ഈ ഡിക്ലറേഷൻ ഇതിനകത്തിൽ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ പ്രഭാതത്തിൽ നടത്തുമ്പോൾ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? ഹല്ലേലൂയ. അത് നിങ്ങളുടെ മിനിസ്ട്രിയുടെ മേൽ, നിങ്ങളുടെ ലൈഫിനകത്തിൽ, നിങ്ങളുടെ കുടുംബത്തിനകത്ത്, നിങ്ങളുടെ തലമുറയുടെ മേൽ, ഹല്ലേലൂയ, ദൈവം അത് ചെയ്തു തരാൻ പോകുക. നിങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് അത് ചെയ്തേ പറ്റൂ. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് അത് ചെയ്തേ പറ്റൂ. സ്തോത്രം. ഇന്ന് പകൽക്കാലം വിശ്വസിച്ചോ? നിങ്ങളത് വിശ്വസിക്കുമ്പോൾ ദൈവത്തിന് അത് ചെയ്തേ പറ്റൂ.
ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ഈ പ്രഭാതത്തില് ഈ മിനിസ്ട്രി ചില ലൈഫിനെ ടേൺ ഓവർ ആക്കി മാറ്റാൻ പോകുക. ചില ടേണിംഗ് പോയിന്റുകളെ ദൈവം തിരിപ്പിക്കാൻ പോകുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്നോട് കർത്താവ് പറയുന്ന ഒരു ദൂത് ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം. അത് ചില ലൈഫിനകത്ത് സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ഈ യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിനകത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോ സഹോദരന്മാര് ചിന്തിച്ച ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? സ്തോത്രം. ഇവിടം കൊണ്ട് ഇവന്റെ വാഗ്ദത്തം അവസാനിച്ചു. സ്തോത്രം. ഇവിടം കൊണ്ട് ഇവന്റെ വാഗ്ദത്തം തീർന്നു. അതിനു മുമ്പേ അവർ പൊട്ടക്കിണറ്റിൽ ഇടുന്നതിന് മുമ്പേ പറഞ്ഞൊരു പദമുണ്ട്, ഇവന്റെ വാഗ്ദത്തം എന്താകും നമുക്ക് കാണാം. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥന, ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ വാഗ്ദത്തം എന്താകുമെന്ന് കാണാമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലരുടെ മുമ്പിന്, ഹല്ലേലൂയ, സ്തോത്രം, ചില ഡെസ്റ്റിനേഷനുകൾ കൊണ്ട് നീ ഒതുങ്ങത്തില്ല. ഹല്ലേലൂയ, ഒതുക്കുമെന്ന് പറയുന്ന ചിലരുടെ മുൻപിൽ നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റുന്ന ചില ദൈവ പ്രവർത്തികൾ മാനുഷിക ബുദ്ധിക്കപ്പുറമായി ഇറങ്ങി വരുന്ന ഒരു പകൽക്കാലമാക്കി ഈ പകൽക്കാലത്തെ ദൈവാത്മാവ് തീർക്കാൻ പോകുന്നു. ആത്മാവ് ശക്തമായിട്ട് ചിലർ ദൂത് വിളിച്ചു പറയും, ഇന്ന് പകലത്ത് വിശ്വസിക്കാൻ പറ്റുമോ? വിശ്വസിച്ചോ? നിന്റെ വാഗ്ദത്തം എന്താകും? ഹല്ലേലൂയ, സ്തോത്രം. കാണാമെന്ന് പറഞ്ഞു വെല്ലുവിളിക്കുന്ന ചില വെല്ലുവിളികളുടെ നടുവിൽ ഈ പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, ആരും പ്രതീക്ഷിക്കാത്ത, അവർ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ നിന്റെ വാഗ്ദത്തങ്ങൾക്കകത്തിലേക്ക് നിന്നെ കൈപിടിച്ച് കയറ്റത്തക്ക നിലവാരത്തിൽ, ചില പൊട്ടക്കിണറുകൾക്കകത്തിന്ന് നിന്നെ പിടിച്ചുയർത്തത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, ഓ സ്തോത്രം, സ്തോത്രം, ചിലർ പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരിക. സ്തോത്രം, 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 സ്തോത്രം. റോമാന ശാന്തല ദഗൽ കെട്ടി റിബനിയ സിയാരകൾ കെട്ടിയ. ഇന്ന് പകൽ ചിലർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇന്ന് പകൽ ചിലർക്ക് വിശ്വസിക്കാൻ പറ്റുമോ? യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ, സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. ഒരുപക്ഷെ നീ കിടക്കുന്ന ആ പൊട്ടക്കിണറ്റിനകത്തിൽ കിടന്നുണ്ട് ശത്രു നിന്നോട് പറയാ, കുഴിക്കകത്തിൽ കിടന്നുണ്ട് ശത്രു നിന്നോട് പറയും, ഇവിടം കൊണ്ട് നീ അവസാനിക്കും. പക്ഷേ ആ ശത്രുവിനെ നോക്കി നീ മുകളിലോട്ട് നോക്കിയിട്ട് പറ, ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്, അടുത്തൊരു തലത്തിലേക്ക് കടക്കുവാൻ തക്കവണ്ണം ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അല്ലെങ്കിൽ ഞാൻ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങൾ നടത്തുമ്പോൾ എനിക്ക് വേണ്ടി ഹല്ലേലൂയ എന്നെ പിടിച്ചുയർത്തുവാനുള്ള ചില വാഗ്ദത്തങ്ങളുടെ പദ്ധതികൾ, ഹല്ലേലൂയ, എനിക്ക് വേണ്ടി തുറന്നു വരാൻ പോകുക. എനിക്ക് വേണ്ടി തുറന്നു വരാം. ഇന്ന് പകൽക്കാലം നിരാശയോടായിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. പക്ഷേ ചില ഹല്ലേലൂയ കിണറുകൾക്കകത്തിൽ പോലെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, ഡെസ്റ്റിനേഷനുകൾക്ക് കയറിപ്പോകാൻ കഴിയാതെ വേണം, ഹല്ലേലൂയ, ചില കുഴികൾക്കകത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ചിലരോട് ഇന്ന് പകൽക്കാലം നിന്റെ അവസ്ഥ നോക്കി ശത്രു സന്തോഷിക്കുമ്പോൾ ഈ പകൽക്കാലം ദൈവാത്മ ശക്തമായിട്ട് നിന്നോട് ഒരു ദൂത് കൈമാറുന്നു. ഹല്ലേലൂയ, അവനോട് പറ, ഹല്ലേലൂയ, എന്നോട് വാഗ്ദത്തം പറഞ്ഞവൻ, ഹല്ലേലൂയ, സ്തോത്രം, ഇതിനകത്ത് നിന്നെ വലിച്ചു കയറ്റി വാഗ്ദത്തത്തിലേക്ക് എത്തിക്കുവാൻ സർവശക്തനാണ്. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, എന്റെ അവസ്ഥകൾക്ക് ചേഞ്ച് വരുത്തുവാൻ കഴിയുന്ന എന്റെ സ്ഥിതികൾക്ക് ചേഞ്ച് വരുത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഞാൻ ഇന്ന് പകൽക്കാലം സേവിക്കുന്നത്. ആ ദൈവം ഇന്ന് പകൽക്കാലം എന്റെ സ്ഥിതികൾക്ക്, യേശുവിന്റെ നാമത്തിൽ ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. നിന്റെ ചില നിരാശയുടെ കുഴികളെ, പൊട്ടക്കിണറിന്റെ അവസ്ഥകൾ പോലെ ചില പൊട്ടക്കുഴികൾക്കകത്തിയത് ഈ പകൽക്കാലം, ഹല്ലേലൂയ, ഈ ഉപവാസത്തിന്റെ 4ാമത്തെ പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നിന്നെ വലിച്ചു കയറ്റുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചു. ഉറാമാന ശംധാലാദികൾക്കെട്ട മനാദികതിക അരകക്ഷുടിയ. ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ പകൽക്കാലം ചിലർ ഡെസ്റ്റിനേഷനുകളെ ദൈവം ചേഞ്ച് ചെയ്യുന്നു. ഉറാമാനാസി, നീ കിട്ടുന്ന ചില കുഴികൾക്കകത്തിന്ന്, ഹല്ലേലൂയ, അവർ തങ്ങളുടെ ഹല്ലേലൂയ കഷ്ടതയിൽ, ഹല്ലേലൂയ, ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ചില കുഴികൾക്കകത്തിന്ന് അവരെ വലിച്ചു കയറ്റിയും തിരുവനന്തപുരത്ത് വായിക്കുന്നത് പോലെ ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, നിന്റെ ചില കുഴികൾ, കഷ്ടതയുടെ ചില കുഴികൾക്കകത്തിന്ന് ഈ ഡിസംബർ മാസം, ഹല്ലേലൂയ, സ്തോത്രം, 4-ാം തീയതി, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവ ഉപവാസ പ്രാർത്ഥനയുടെ 4ാമത്തെ പ്രഭാതത്തിൽ, ഹല്ലേലൂയ, ഡിസംബർ മാസം 4-ാം തീയതി സ്വർഗത്തിലെ ദൈവം നിന്നെ വലിച്ചു കയറ്റിയ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ചിലരെ ഇന്ന് പകൽക്കാലം ദൈവാത്മ വലിച്ചു കയറ്റിയ. വിശ്വസിക്കാൻ കഴിയുന്നവർ എന്നോട് ചേർന്ന് ആമേൻ പറഞ്ഞു. നീ പോലും ചിന്തിക്കാത്തവർ ദൈവ ഇതിലെ, ഹല്ലേലൂയ, നീ എത്ര ഹാർഡ് വർക്ക് ചെയ്തിട്ടും നടക്കാത്ത
തുറക്കാത്ത ചിലത്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ പ്രഭാതത്തിൽ ഈ ദൈവവചനം നീ വിശ്വസിക്കുമ്പോൾ നിനക്ക് വേണ്ടി ചില വഴികൾ തുറക്കുകയാ. വഴികൾ തുറക്കുക. നിന്റെ ഭാവിയുടെ മേൽ വഴികൾ തുറക്കുക. നിന്റെ കുടുംബത്തിന്മേൽ വഴികൾ തുറക്കുക. നിന്റെ തലമുറകളുടെ മേൽ വഴികൾ തുറക്കുക. യേശുവിന്റെ നാമത്തിൽ അത് ഹല്ലേലൂയ തുറവികളാകുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. റാമാന ഹത്തര ജഗട്ടാന ഷുഡിയ നിമ്മിജോസ് സിസ്റ്റർ വിശ്വസിച്ചു. എന്നോട് കർത്താവ് ശക്തമായിട്ട് ഹല്ലേലൂയ സ്തോത്രം നിങ്ങളെ നോക്കി പറയാൻ പറയുന്നു. റീബന സിയാരകൾ കെട്ടിയ റീബൽ പൗഡ കനാഷടിക്കതി യാനകൾ കെട്ടിയ ഉറാമനസിയ ചില നിരാശയുടെ പടുകുഴിയിലേക്ക് തള്ളിയിടുവാൻ തക്കണം. പല മേഖലകളിൽ ശത്രു നോക്കി വെല്ലുവിളിക്കുമ്പോൾ സ്തോത്രം സ്തോത്രം എന്നെ നിന്ദിച്ചവർ ഹല്ലേലൂയ സ്തോത്രം പുറത്തുള്ളവരായിരുന്നെങ്കിൽ കുഴപ്പമില്ല. അകത്തുള്ള ചില മേഖലകൾക്കകത്തിന്ന് ചില നിന്ദകൾ ചുമന്നുകൊണ്ട് നടക്കും. റീബന സിയാരകൾക്ക് യോസഫ് പറയും ഹല്ലേലൂയ എന്നെ തകർക്കാൻ നോക്കിയത് ഹല്ലേലൂയ സ്തോത്രം ഞാൻ ആരുടെ ക്ഷേമം അന്വേഷിച്ചു വന്നോ അതേ സഹോദരന്മാർ തന്നെ ഹല്ലേലൂയ ചില മേഖലകൾ അസൂയയുടെ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില മേഖലകളുടെ നടുവിൽ ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. ഏത് മേഖലകൾ നിന്റെ ഡെസ്റ്റിനേഷനുകൾ ഒതുക്കുവാൻ തക്കണം ശത്രു വെല്ലുവിളി നടത്തുന്നു അതേ മേഖലകളിൽ തന്നെ നിന്നെ മാനിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെ നീ സേവിക്കുന്നത്. അകത്തളങ്ങളിൽ നിന്ന് ഹല്ലേലൂയ നിനക്കെതിരെ ഉയരുന്ന ചില വെല്ലുവിളികളുടെ നടുവിൽ ഈ പകൽക്കാലം ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു. ആത്മാവിൽ പ്രാർത്ഥിച്ചു. റീബേ നെഗസിയ രഗച്ചുടിയ ഹല്ലേലൂയ ഉയർത്തത്തില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ ഉയർച്ചകളെ തടയൂ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ ഒരു പദം എന്നോട് പറയുന്നു. ഉയർത്തത്തില്ലെന്ന് പറഞ്ഞു ഉയർച്ചകളെ തടയൂ എന്ന് പറഞ്ഞാൽ വാഴ്ച നടത്തുമ്പോൾ ഇന്ന് പകൽ ആത്മാവിൽ ചിലതിനെ ഹല്ലേലൂയ കുടഞ്ഞു കളയുവാൻ ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു. ചില വാഴ്ചകൾ ഹല്ലേലൂയ ഓ റമന സിയ രഗച്ചുടിയ നെഗത്തിയ നെഗൽക്കസ്തിയ റീമന സിയാരകൾ കെട്ടി യേശുവിന്റെ നാമത്തിൽ ചില വിടുതലുകൾ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം സംഭവിക്കുന്ന പകൽക്കാലമാകട്ടെ. ഹുറാബാന ഷക്കാമാന റോബൽ പൗഡ റീമന ഷുഡിയ റമനി കദേ ഗസിയ രഗൽ കെട്ടിയ ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാമത്തെ പ്രഭാതത്തിൽ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. ബുദ്ധിക്കെത്താത്ത ചില ദൈവപ്രവർത്തനത്തിൽ ചിലർക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ഒരു പകൽക്കാലമായി മാറുകയാ. വിശ്വസിക്കാൻ കഴിയുന്ന വിശ്വസിച്ചു. ബുദ്ധിക്കെത്താത്തത് റീമന സിഹൽ കെട്ടി യാനക ഷുഡിയ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് എത്ര ചിന്തിച്ചാലും കിട്ടാത്ത ചിലത് ഒന്നുകൂടെ ആത്മാവ് ആഴത്തിലിറങ്ങി പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഉറക്കത്തിൽ തരുന്ന ചില ദൈവപ്രവർത്തനം യേശുവിനാമത്തിൽ അത് വിശ്വസിക്കാൻ കഴിയുന്ന ചിലരുടെ മേൽ ദൈവാത്മാവ് ഇടുക കേട്ടോ. ഉറക്കത്തിൽ തരുന്ന ദൈവപ്രവർത്തികൾ ഇന്ന് പകൽ ഞാൻ ഈ ഒരു പദം പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. അത് ചിലരുടെ മേലേക്ക് ദൈവാത്മാവ് ഇടുക ഉറക്കത്തിൽ തരുന്ന ചില ദൈവപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അല്ലെങ്കിൽ വിചാരിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ അല്ലെങ്കിൽ ആരും നിന്നെ കുറിച്ച് പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ആരും നിന്നെ കുറിച്ച് ചിന്തിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ചിലത് നിന്റെ മേലേക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ഇട്ടുതരുന്നു. അത് വിശ്വസിക്കാൻ കഴിയുന്നവർ മേൽ വിശ്വസിച്ചോ. യേശുവിന്റെ നാമത്തിൽ ഒരു കീ ആയിട്ട് നിന്റെ മേൽ വീഴുകയാണ്. ഹല്ലേലൂയ. ആർക്കും നിന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ളത് ചിലത് സ്തോത്രം. ആർക്കും നിന്നെ കുറിച്ച് ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിലുള്ള ചിലത് സ്തോത്രം. പരിശുദ്ധന്റെ അതരത്തോട് പറയുന്ന ചില പദങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. ആർക്കും യെസ് ഹല്ലേലൂയ ആർക്കും യെസ് സ്തോത്രം ആർക്കും സ്തോത്രം. യോസഫ് കണ്ട സ്വപ്നങ്ങള് വ്യാഖ്യാനിക്കുമ്പോൾ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ ഈ മനുഷ്യന്റെ ഡെസ്റ്റിനേഷൻ ഇങ്ങനെ തിരിയുമെന്ന്. ഹല്ലേലൂയ. 2 സ്തോത്രം. നിങ്ങൾ ഇന്ന് പകൽക്കാലം ശ്രദ്ധിച്ചു കേട്ടോ. പരിശുദ്ധ വേണ്ടി നിങ്ങളോട് പറയാൻ വന്നൊരു ദൂതല്ല ഇത്. പക്ഷെ എന്തോ ഹല്ലേലൂയ സ്തോത്രം എന്നോട് ദൈവാത്മാവ് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ അവനെ കുറിച്ച് ആരും ഹല്ലേലൂയ എനിക്ക് വ്യക്തമായിട്ട് ആത്മാവ് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഈ പറയുന്ന ഓരോ പദങ്ങളും ആത്മാവ് വ്യക്തമായിട്ട് അതിന്റെ ഓരോ വേടുകളും നിങ്ങളോട് സംസാരിക്കുന്ന വാക്കാണ്. എന്റെ ബുദ്ധി എന്ന് പറയുന്ന ഒരു വേടല്ല. പരിശുദ്ധന്റെ അതരത്തിൽ തറയുന്ന ഹല്ലേലൂയ വേടുകൾ അതേപോലെ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അവനെ കുറിച്ച് ആരും പ്രതീക്ഷിച്ചില്ല. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെ ഒരു ഡെസ്റ്റിനേഷൻ ചേഞ്ച് അവൻ ഉണ്ടാകുമെന്ന് ഈ പകൽ ആത്മാവ് ശക്തമായിട്ട് ഹല്ലേലൂയ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം നിങ്ങളെ കുറിച്ച് ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ നിന്റെ ഭാവിയെ കുറിച്ച് ആരും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ആരും ചിന്തിച്ചിട്ടില്ലാത്ത നിലവാരത്തിൽ ഒന്നുകൂടെ പറഞ്ഞാൽ ആരുടെയും ബുദ്ധിക്ക് എത്താത്ത നിലവാരത്തിൽ ഇന്ന് പകൽക്കാലം ചില ചേഞ്ചുകൾ ചിലർക്ക് വേണ്ടി ദൈവം ചെയ്യുവാൻ പോകുന്നെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് അത് എന്റെ ദൂതെന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? അത് വിശ്വസിക്കുന്നവരുടെ ഈ ദൂത് ഇന്ന് പകൽ ഷൈനി ജോർജ് സിസ്റ്ററെ വിശ്വസിച്ചു. ആത്മാവിനോട് ശക്തമായിട്ട് പറഞ്ഞു. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിനകത്തിൽ ചില മേഖലകൾക്കകത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ ദൂതിന്റെ ശക്തി വെളിപ്പെടുന്നു.
ഖുറാബാന ശമ്പല റബൽ പെട്ടി ക്രബാനഗസിയ രഗൽ കെട്ടിയ റീബന ദിഗൽ കെട്ടി പ്രബടകന ശംദല ദിഗൽ കെട്ടി പ്രബനാസിയ റീവത്തുര ബഡാനഗക്ഷുട മനാറകൾ കെട്ടി പ്രബടകനസിയ രഗക്ഷുടിയാനകൾ കെട്ടിയ റാബൽ പൗടക ദീപരാദികൾ കെട്ടിയ റാമനസിയ രഗൽ കെട്ടിയ. ഓ സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ആ ഷൈനി ജോർജ് സിസ്റ്ററെ വിശ്വസിച്ച് കർത്താവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ. യോസഫ് ഫലപ്രദമായൊരു വൃക്ഷം. ഹല്ലേലൂയ. അവൻ മതിലിന്റെ മുകളിൽ പടരുന്നത് പോലെ ഇന്ന് പകൽക്കാലം ശത്രു മതില് കെട്ടി ഒതുക്കാൻ നോക്കുന്ന ചില മണ്ഡലങ്ങളുടെ നടുവിൽ ഹല്ലേലൂയ മതിലിന്റെ മേൽ പടരത്തക്ക നിലവാരത്തിൽ ഈ പകൽ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ആത്മാവിൽ ശക്തമായിട്ട് വിശ്വസിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. റാമന ശംദല മതില് കെട്ടി ഒതുക്കാൻ നോക്കുന്ന പല മണ്ഡലങ്ങളുടെ നടുവിൽ എനിക്കറിയത്തില്ല ഇന്ന് ഈ പകൽക്കാലം ഈ മീറ്റിംഗിന്റെ നടുവിൽ ചില ഹല്ലേലൂയ സ്തോത്രം തടസ്സങ്ങളുടെ മുകളിൽ ചിലതിനെ ദൈവം വളർത്താൻ പോകട്ടെ. കർത്താവ് അങ്ങനെ എന്നോട് പറയുന്നു. ചില മനുഷ്യൻ ഇട്ടിരിക്കുന്ന ചില തടസ്സങ്ങളെ ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം പൊളിക്കാൻ പോകട്ടോ. സ്തോത്രം. ബീന സിസ്റ്റർ വിശ്വസിച്ച കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾ ഹല്ലേലൂയ സ്തോത്രം. മനുഷ്യൻ വെച്ചിരിക്കുന്ന അതിർവരമ്പുകൾ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ചില ദിനങ്ങൾ ഹല്ലേലൂയ ചിലതിനെ നോക്കി ആത്മാവിൽ ആർപ്പിട്ടു ചില എരിഹോ മതിലുകൾ വീഴാൻ പോകുക കേട്ടോ. ചില എരിഹോ മതിലുകൾ വീഴാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ഇത് നിങ്ങൾ കടക്കത്തില്ല. ഹല്ലേലൂയ ഇത് നിങ്ങൾ കടക്കത്തില്ല. ഓ സ്തോത്രം. ഓ റാസി ഹംദല സിസ്റ്റർ. ആ ഒരു പദം നിങ്ങൾ പ്രാരംഭത്തിൽ പറഞ്ഞ ആ ഒരു പദം തന്നെ എന്റെ അധരത്തിലേക്ക് ദൈവം പറയാൻ പറയുന്നല്ലോ. ഇത് നിങ്ങൾ ക്രോസ് ഓവർ ചെയ്യത്തില്ല. ഇത് നിങ്ങൾ ക്രോസ് ഓവർ ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ചെയ്ത് എന്താണെന്നറിയോ? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ചില ഒറ്റുകാര് ഹല്ലേലൂയ സ്തോത്രം വാഗ്ദത്ത ദേശത്തേക്ക് ചെന്നപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒരു പാവപ്പെട്ട സ്ത്രീ അവൾക്ക് ലേബലും അഡ്രസ്സും ഒന്നും പറയാനില്ല. പക്ഷെ അവള് പറഞ്ഞു ഞങ്ങൾ ഒരു കാര്യം വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്നറിയോ? നിങ്ങൾ ഈ ദേശം പിടിച്ചെടുക്കും. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റുകാരെ അവള് സഹായിച്ചു. ഒറ്റുകാരെ അവള് സഹായിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ അവൾക്കൊരു കാഴ്ചപ്പാട്. ലോകം മുഴുവൻ എരിഹോവിനെ നോക്കിയിട്ട് പറയും ഒരുത്തിനും ഇങ്ങോട്ട് കടക്കത്തില്ല. ഹല്ലേലൂയ. പക്ഷേ ഒരു സ്ത്രീ വിശ്വസിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾ ഇവിടെ കടക്കും. നിങ്ങൾ ഇത് പിടിച്ചടക്കും. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഞങ്ങളെയും കൂടെ ഒന്ന് ഓർത്തേക്കണേ. എന്നെയും കൂടെ ഒന്ന് ഓർത്തേക്കണമേ. ഒറ്റുകാര് പറഞ്ഞു നീ ഒരു അടയാളം ഇവിടെ കെട്ടിക്കുവോ? ഹല്ലേലൂയ സ്തോത്രം. നിനക്ക് വിശ്വാസമുണ്ട്. നീ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങൾ കേറുമ്പോൾ നിന്നെ ഓർത്തേക്കാം. ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് പറയുന്നു കേട്ടോ സിസ്റ്ററെ. വിശ്വസിച്ചു. ഹല്ലേലൂയ. നീ കടക്കത്തില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം പറയുന്ന ചില മേഖലകൾക്കകത്തിൽ ഈ പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് പറഞ്ഞ അടയാളങ്ങൾ കെട്ടിക്കോ. അടയാളങ്ങൾ കെട്ടിക്കോ. ഈ ഡിസംബർ തീരുന്നതിന് മുമ്പേ ചില അടയാളങ്ങൾ കാണാൻ പോകുക. ചില അടയാളങ്ങൾ കാണാൻ പോകുക. ഓ കർത്താവ് ഇങ്ങനെ എന്നോട് പറഞ്ഞു ചിലതിനെ ദൈവം മറിച്ചിട്ടിട്ട് റാമാന ശംദലാദികൾ കെട്ട മനാരകത്തി പ്രവിടകതിയ രഗത്തിരിയ റീവത്തമ്പര ബെഡബൽ പൗടക ദീവരവസ്തി പ്രവിടകദീപ ഉറമന തബലവര ബലബലബലബലബലബലബല വിദിബിയ രഗച്ചുട മനാദികൾ കെട്ടിയ ചില മേഖലകൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ചില മേഖലകൾ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട്. എളിയവനെ ആദരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. യഹോവ അനർത്ഥ ദിവസത്തിൽ ഹല്ലേലൂയ അവനെ വിടുവിക്കും. തിരുവചനത്തിൽ വായിക്കുന്നത് പോലെ ഈ പകൽക്കാലം കർത്താവ് പറയുന്നു ചില മേഖലകളിൽ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ. ഈ പകൽ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് ഏറ്റെടുത്തു. ചില മേഖലയിൽ ഒരു പ്രൊട്ടക്ഷൻ ഈ ഉപവാസ പ്രാർത്ഥന ചിലത് തെളിയിക്കും കേട്ടോ. നിങ്ങളുടെ ലൈഫിനോടുള്ള ബന്ധത്തിൽ ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തിൽ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു ചില വെല്ലുവിളികൾ പുറകെ നിൽക്കുന്നു കേട്ടോ. കർത്താവിനെ ഒരു കാഴ്ച കാണിക്കുന്നു. ചില വെല്ലുവിളികൾ എന്താകുമെന്ന് കാണാം. ഹല്ലേലൂയ സഹോദരൻ. എന്താകുമെന്ന് നോക്കാം എന്നൊക്കെ പറഞ്ഞു ചില വെല്ലുവിളികൾ ഹല്ലേലൂയ പുറകിൽ നിന്ന് വെല്ലുവിളിക്കുമ്പോൾ ഉറാബാന ശംദാബാന റാബാനാഗ റാബൽ പൗഡ ക്രബഡാഗ ചപ്പാനപരാധിക ലന്തൽ പേടി റീബനവസ്ഥ പ്രവിടകദാനക റാബക്ഷൂട മനാറുകലക്കൽ പേടിക്രബട ശിഖദാറബദ റബലാറബല പ്രവിടകദീപര ബെഡബൽ പേടക ദീപര ബെഡബൽ പൗഡകദാനക റാബൽ പേടി റാബൽ പൗഡക ദീപര ബെഡബൽ പൗഡകദാനക റാബക്ഷൂടമന. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. ഇങ്ങനെ പറയുന്നു സിസ്റ്ററെ. വ്യക്തിപരമായ ഒരു ദൂത് ഇങ്ങനെ ദൈവമോ കൈമാറുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇസ്രായേൽ മക്കൾ പാളയമടിച്ച് കിടക്കുമ്പോൾ ആ ജനത്തെ ശപിക്കുവാൻ തക്കുള്ള ഒരു ബിലയാമിനെ ഹല്ലേലൂയ സ്തോത്രം വാലാക്ക് ഹല്ലേലൂയ പണം കൊടുത്ത് അയച്ചു. ദൈവഹിത പ്രകാരമല്ല അവൻ കയറി വന്നത്. പക്ഷെ സ്വർഗവനോട് പറഞ്ഞു ഹല്ലേലൂയ എന്റെ ജനത്തെ ശപിച്ചേക്കരുത്. എന്റെ ജനത്തെ ശപിച്ചേക്കരുത്. ഹല്ലേലൂയ സ്തോത്രം. അവന് ശപിക്കുവാൻ 4 മേഖലകൾ നോക്കിയിട്ടും കഴിഞ്ഞില്ല. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം കുറച്ച് കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ സ്തോത്രം അവനൊരു സ്ട്രാറ്റജി പറഞ്ഞു കൊടുത്തു. കർത്താവിനോട് പറയുന്നു ഇങ്ങനെ പറയാൻ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. ജഡത്തിൽ ചില മേഖലകളിൽ പോരാടുവാൻ തക്കോണം ശത്രു ചില സ്ട്രാറ്റജികളുമായി വരുമ്പോൾ സ്തോത്രം മൗനമായിട്ടിരുന്നുള്ള കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ.
റാബാല തീബരി ഖദാനഗസ്തിയ ഷബാറബിൽ കെട്ടി പ്രബനയ ദിഗൽ കെട്ടി പ്രബടഗതിയ യുദ്ധം യഹോവയ്ക്കുള്ളതാ. ഇന്ന് പകൽ കർത്താവിന് ശക്തമായിട്ട് പറയുന്നത് ചില യുദ്ധങ്ങളെ ദൈവം ഏറ്റെടുക്കുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. റീമനെ ഹസ്തിയ രകൽ കെട്ടിയ ഇങ്ങനെ കർത്താവിനോട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ. യോഹോശഫാത്തിന് വിരോധമായിട്ട് ശക്തന്മാരെ രാജാക്കന്മാർ കടന്നു വന്നപ്പോൾ അവൻ ചില മേഖലകളെ ഭയപ്പെട്ടു. റീമന സിയാരകൾ കെട്ടിയ പക്ഷേ സ്വർഗത്തിലെ ദൈവം അവനോട് പറഞ്ഞു, ഹല്ലേലൂയ യോഹോശഫത്തെ, ഹല്ലേലൂയ സ്തോത്രം, ഈ ഹല്ലേലൂയ സ്തോത്രം, യുദ്ധത്തിൽ ഹല്ലേലൂയ നിനക്ക് കാര്യമില്ല, യുദ്ധം യഹോവയ്ക്കുള്ള. ഹല്ലേലൂയ യഹോവ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഹല്ലേലൂയ ഒരു രാജാക്കന്മാരും ചെയ്യാത്തതുപോലെ അവൻ ഒരു കാര്യം ചെയ്തു. ഹല്ലേലൂയ വിശുദ്ധ വസ്ത്രാലങ്കാരം ധരിപ്പിച്ച് ഹല്ലേലൂയ റമന ശംദല ദിഗൽ കെട്ടിയ റീബന സിയാരകൾ കെട്ടിയ അനഗസ്യ തന്റെ പട്ടാളക്കാരെ നിർത്തി. ഹല്ലേലൂയ അവർ ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരുന്നപ്പോൾ യുദ്ധത്തിന് അവനെതിരെ വന്ന ശക്തന്മാരെ രാജാക്കന്മാർ ഹല്ലേലൂയ ഹല്ലേലൂയ പരസ്പരം വെട്ടി. ഹല്ലേലൂയ സ്തോത്രം. അവന് യുദ്ധം ചെയ്യേണ്ടി വന്നില്ല. കർത്താവിനോട് പറയുന്നു, ഈ ദിവസങ്ങൾ ആത്മാവിൽ സ്തുതിച്ചു. ഹല്ലേലൂയ നിന്റെ ചില യുദ്ധങ്ങളെ ദൈവാത്മാവ് ഏറ്റെടുക്കും. ഉറീമന ശംദല ദഗൽ കെട്ടി വനാദിയ രഹസ്യ രഗൽ കെട്ടിയ റീമന ശക്തമായിട്ട് എന്നോട് ദൈവാത്മ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. നീ സ്വസ്ഥതയോട് ഇരിക്കുന്ന ഒരു സീസൺ ദൈവം വെളിപ്പെടുത്തുക. ചില യുദ്ധങ്ങളെ ദൈവാത്മാവ് ഏറ്റെടുത്ത് ഹല്ലേലൂയ ചില യുദ്ധങ്ങളെ ദൈവം നിർത്തൽ ചെയ്യുമെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുക. സ്തോത്രം. ശേഖാവന റമനാദിവൽ പെട്ടി ഖാനാസിയാരകൾ കെട്ടിയ വീതമനവറബതി പെരബതി പെരബട വെൽപ്പെട്ടികന സിയാരക ഷുടിയ റീവൽപ്പെട്ട മനാസിയ രകൾ കെട്ടി. കർത്താവിനോട് ഇങ്ങനെ ഒരു കാര്യം കൊണ്ട് ദൈവം ശക്തമായിട്ട് ഇടപെടുന്നു. സിസ്റ്ററെ സ്തോത്രം. ഹല്ലേലൂയ ഈ കാനാവിലെ കല്യാണ വീടിനകത്തില് ഹല്ലേലൂയ സ്തോത്രം ഒരു കുറവ് വെളിപ്പെടാൻ തുടങ്ങുമ്പോൾ സ്തോത്രം മറിയ അവിടെ ഉണ്ടായിരുന്നു. സ്തോത്രം. അവിടെ നിൽക്കുന്ന മറ്റാർക്കും ഇല്ലാത്ത ഒരു കാഴ്ചപ്പാട് മറിയക്കുണ്ടായിരുന്നു. കാര്യം യേശു ആരാണെന്ന് മറിയക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ മറിയക്ക് മാത്രമേ അറിയത്തുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ യേശുവിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നും സ്തോത്രം അവിടെ നിൽക്കുന്ന മറ്റാർക്കും അറിയത്തില്ല. സ്തോത്രം. മറിയക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. മറിയ പ്രതീക്ഷയോടെ ശിഷ്യന്മാരോട് ഒരു കാര്യം പറഞ്ഞു. ഹല്ലേലൂയ അവൻ നിന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തോണം കേട്ടോ. ഹല്ലേലൂയ കർത്താവിനോട് ഇങ്ങനെ ഒരു ദൂത് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ പ്രതീക്ഷയറ്റ് കടന്നു വരുന്ന പലതിനോടും ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ റെഡിയായി നിന്നു. അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുമെന്ന് പറയുന്ന ചില മേഖലകൾക്കകത്ത് അവൻ ചിലത് ചെയ്യും. സ്തോത്രം. അവൻ ചിലത് ചെയ്യും. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവൻ ചിലത് ചെയ്യും. ആ റാമാന സിയാരകൾ കെട്ടിയ കർത്താവ് ഇന്ന് പകൽക്കാലം എന്നോട് ശക്തമായിട്ട് പറയാൻ പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം. പ്രതീക്ഷയുടെ ചില വാക്കുകൾ ചിലർക്ക് ഇട്ടുകൊടുത്തു. അവൻ ചിലത് ചെയ്യും. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നത് അവൻ ചിലത് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ സ്തോത്രം. ഓ സ്തോത്രം. ഹല്ലേലൂയ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു സിസ്റ്ററെ. ഹല്ലേലൂയ അവൻ ചിലത് ചെയ്യും കേട്ടോ. നിങ്ങൾ പ്രതീക്ഷയുടെ ചില വാക്കുകൾ കൊടുത്തിട്ട് ചിലതിനോട് വെയിറ്റ് ചെയ്തോളാൻ പറ. അവൻ ചിലത് ചെയ്യും കേട്ടോ. അവൻ ചിലത് ചെയ്യും. ഹല്ലേലൂയ നിരാശപ്പെട്ട് വരുന്നതിന് മുമ്പില് ഹല്ലേലൂയ മുൻപോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ വരുന്നതിന് മുമ്പില് ശത്രു തകർത്ത് വെല്ലുവിളിച്ച് നിന്നയിലേക്ക് കൊണ്ടുപോകുന്നു പറഞ്ഞ് വെല്ലുവിളിച്ച് വരുന്ന ചിലതിന് മുമ്പില് ഹല്ലേലൂയ അവൻ ചിലത് ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്തോത്രം കൂടെ ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ശക്തമായിട്ട് ദൂത് വിളിച്ച് പറയുന്നു കേട്ടോ. ഹല്ലേലൂയ വിശ്വസിച്ചു. ഹല്ലേലൂയ ഇന്നലകളിൽ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്ത ദൈവം ഹല്ലേലൂയ ചിലർക്ക് വേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യാൻ പോകുന്നെന്ന് ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് കൈമാറുന്നു. അത് ചില അടയാളങ്ങളായി, ചില അത്ഭുതങ്ങളായി, ചില വീര്യപ്രവർത്തികളായി യെസ് ചിലരുടെ ലൈഫിനകത്ത് ദൈവാത്മാവ് ചിലത് ചെയ്ത് ഉറപ്പിക്കുന്ന ഒരു സീസണാണ് ഈ സീസൺ എന്ന് ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഡിസംബർ മാസം 20-ാം തീയതി ഡിസംബർ 20 അതിനു മുമ്പേ ചില അടയാളങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഈ മിനിസ്ട്രിയോടുള്ള ബന്ധത്തില് ഈ ഉപവാസ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ചിലത് ചെയ്യുമെന്ന് ഹല്ലേലൂയ സ്തോത്രം കർത്താവ് ശക്തമായിട്ട് ഇടപെടുന്നു. എന്നോട് കർത്താവ് ശക്തമാണ് പ്രാർത്ഥിക്കാൻ കഴിയുന്ന പ്രാർത്ഥിച്ചോ. ഡിസംബർ 20-നുള്ളിൽ ചില വ്യക്തികൾക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി ചില അടയാളങ്ങളെ ദൈവാത്മാവ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഏതൊക്കെയോ ചില വിഷയങ്ങൾക്കകത്ത് ഡിസംബർ 20 അതിനു മുമ്പേ അല്ലെങ്കിൽ ചില അടയാളങ്ങൾ നിങ്ങളുടെ കൂടാരത്തിൽ ചെയ്യുവാൻ തക്കണം ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. പകൽ വിശ്വസിക്കാൻ പറ്റുന്നവർ എന്റെ കൂടെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിച്ചുകൊണ്ട് ആമേൻ പറഞ്ഞു. ചിലർക്ക് വേണ്ടി ചില അടയാളങ്ങൾ സ്തോത്രം 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 ഷവാന റബല ഹസ്തിയാരക ഷുടിയ നെഗതിയാറകൾ കെട്ടിയ സ്തോത്രം 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 ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവ് ഇങ്ങനെ ഒരു ദൂതനോട് ശക്തമായിട്ട് പറയുന്നു. ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം. ഈ എരിഹോവി സ്തോത്രം യെരൂശലേമിന്റെ മതിലുകളെല്ലാം തീ വെച്ച് ചുട്ട് നശിപ്പിച്ചു കിടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ഇനിയും നാം നിന്നാവിഷയമായി തീരാതിരിക്കേണ്ടത് അതൊരു പരസ്യക്കോലമായി നിന്നാവിഷയമായി കിടക്കാതിരിക്കുവാൻ
നമുക്ക് എഴുന്നേറ്റ് പണിയണം. ഹല്ലേലൂയ. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, പരസ്യക്കോലമായ ശത്രു ഹല്ലേലൂയ തീ വെച്ച് ചുട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്നത് പോലെ കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്തിൽ, യെസ്, അല്ല, നിന്നാ വിഷയമായി കിടക്കുന്ന ചിലതിനകത്ത്, ജിബി മാത്യു സിസ്റ്ററെ വിശ്വസിച്ചു, നിന്നാ വിഷയമായി കിടക്കുന്ന ചില വിഷയങ്ങൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, ചിലതിന്റെ ഉള്ളിൽ ചില ഭാരങ്ങൾ കൊടുത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ശത്രു എതിർപ്പുണ്ട്, ശക്തമായ ശത്രുവിടെ എതിർപ്പുകളുണ്ട്, പണി നടക്കാതിരിക്കുവാൻ, പണിയാതിരിക്കാൻ. പക്ഷെ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം അത് ചുറ്റി നോക്കിയിട്ട് അതിന് മേലൊരു പണി നടക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞു. പണി നടക്കാൻ പോകുക, പണി ചില നെഹമ്യാവുമാരെ എഴുന്നേൽപ്പിച്ചതുപോലെ ചില പണികൾ റാമ നസി ഹന്തലേ ജഗൽ കുട്ടിയ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓ റീമനാസിയ ചില നിന്ദയുടെ അനുഭവങ്ങൾക്ക് മാറ്റം വരുത്തുവാൻ തക്കണം. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ. ഓ ശത്രു ഹല്ലേലൂയ തീ വെച്ച് ചുട്ടിട്ടിരിക്കുന്ന ചില മതിലുകൾ, ഹല്ലേലൂയ, ചില സൻബല്ലത്തും തോബിയാവുമാരും ഹല്ലേലൂയ സ്തോത്രം അതിനെതിരെ വെല്ലുവിളി നടത്തുമ്പോൾ ഇന്ന് പകൽ നിങ്ങൾ വിശ്വാസത്തോടെ പറ, ഹല്ലേലൂയ, അവന്റെ ദാസന്മാരായ ഹല്ലേലൂയ അവന്റെ ദാസന്മാർ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. ശത്രുവെ, നിനക്കതിനുമേൽ ഒരു കാര്യവുമില്ല. ഇന്ന് പകൽക്കാലം ചില മേഖലകളിൽ ചില പണികൾ നടക്കാൻ പോകുന്നത്, ഓ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ഇന്ന് പകൽക്കാലം പണി നടക്കാതെ ശത്രു ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ തീ വെച്ച് ചുട്ടിട്ടിരിക്കുന്ന ചില മേഖലകൾ പോലെ, ഹല്ലേലൂയ, ചില ലൈഫിനകത്ത് ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഇട്ടിരിക്കുന്ന ചില മേഖലകൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം ചില പണികൾ നടക്കും. ഓ പൂർത്തീകരിക്കത്തില്ലെന്ന് പറയുന്ന എനിക്കറിയത്തില്ല, ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, പൂർത്തീകരണങ്ങൾ കാണുവാൻ സമ്മതിക്കത്തില്ല. ഇതിങ്ങനെ കിടന്നാൽ ശത്രുവിന് സന്തോഷം. ഓ പരിശുദ്ധന് ശക്തമായിട്ട് പറയുന്നു, ചില ഹല്ലേലൂയ നിന്നാ വിഷയമായി കിടക്കുവാൻ തക്കണ വെല്ലുവിളി നടത്തിക്കുന്ന ആരോടോ പരിശുദ്ധം ശക്തമായിട്ട് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ചില അവസ്ഥകൾ ശത്രുവിന് സന്തോഷമാ. അങ്ങനെ കിടക്കണം. ഓ സ്തോത്രം, അങ്ങനെ കിടക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്നാ വിഷയമായി കിടക്കുവാൻ തക്കവണ്ണം വെല്ലുവിളി നടത്തുന്ന ചില മേഖലകൾക്കകത്തിൽ ഈ പകൽ ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഇന്ന് പകൽക്കാലം നിന്നാ വിഷയമായി കിടക്കുന്ന ചില മേഖലകൾ സ്വർഗം ചിലതിന്റെ ഹൃദയത്തിൽ ഭാരം നൽകി, ഹല്ലേലൂയ സ്തോത്രം, ചില മേഖലകൾ ഇന്ന് പകൽ പണി നടക്കാൻ പോവുക. സ്തോത്രം റാമാന ഹത്തല ജഗ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഭാഗം ഒന്നും പറയാൻ വന്നതല്ല. ഹല്ലേലൂയ സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ചിലത് നടക്കാൻ പോകുക. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പറയാ. ഞാൻ ഇവിടെ നിന്നോണ്ട് ഹല്ലേലൂയ സ്തോത്രം, പരിശുദ്ധാത്മാവിനോട് ഇടപെടുന്നതുകൊണ്ട് ഇവിടെ നിന്നോണ്ട് സ്തോത്രം ഞാനൊരു കാര്യം പറയാം. സ്തോത്രം. ഞാൻ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് സ്തോത്രം ഒരു കാര്യം പറയാം. ഞാൻ പല മീറ്റിങ്ങുകളും ശുശ്രൂഷിക്കുവാനായിട്ട് കടന്നു പോകുന്ന ഒരു ദൈവദാസന. സ്തോത്രം. ചില മീറ്റിങ്ങുകൾ കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര നിരാശ തോന്നാറുണ്ട്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ മീറ്റിംഗിൽ ലീഡ് ചെയ്യുന്ന ദൈവദാസനോ ഒരു കാഴ്ചപ്പാടില്ല. സ്തോത്രം. അതിനകത്ത് വന്നിരിക്കുന്ന ദൈവമക്കളുടെ മുഴുവൻ കാഴ്ചപ്പാടുകളും അവർ നിങ്ങൾ നശിപ്പിച്ചു കളയും. സ്തോത്രം. വരുന്ന നമുക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. നമ്മളെ എത്ര ചേർന്ന് ശുശ്രൂഷിച്ചാലും ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ, ഒരു കാര്യം പറയാം. നിങ്ങളുടെ ഈ പ്ലാറ്റ്ഫോം ആരാണോ ലീഡ് ചെയ്യുന്നത് അവരുടെ കാഴ്ചപ്പാടായിരിക്കും നിങ്ങളുടെ ലൈഫിന്റെ വിടുതൽ. ഞാൻ ഒത്തിരി മേഖലകളെ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു ദൈവദാസൻ കൂടി ആയതുകൊണ്ട്, ഒരു സഭയിൽ ശുശ്രൂഷിക്കുന്ന സഭയുള്ള ഒരു ദൈവദാസൻ കൂടി ആയതുകൊണ്ട് നിങ്ങളോട് ആത്മാവിൽ കാര്യങ്ങളെ കൈമാറുക. സ്തോത്രം. ഈ പ്ലാറ്റ്ഫോമിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്തോത്രം, രണ്ട് ദൈവദാസന്മാരെ ഇന്ന് ശുശ്രൂഷിക്കുന്ന രണ്ട് ദൈവദാസന്മാർ ലീഡ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തോത്രം, അവർ ഒരു സ്ഥലത്ത് വന്ന് ഇരിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അത് മെയിനായിട്ട് ലീഡ് ചെയ്യുന്ന ആ ദൈവദാസന് സ്തോത്രം മീറ്റിംഗ് ഭയങ്കര അസാധാരണമായ ദൈവസാന്നിധ്യം വ്യാപരിക്കാനിടയായിരുന്നു. നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചോണം. ഈ വരുന്ന ദൈവദാസന്മാർക്ക് ലൈവായിട്ട് ദൂത് കിട്ടുന്നുണ്ടെങ്കിൽ സ്തോത്രം ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്നവരുടെ പ്രാർത്ഥനയാണ്, അല്ല അവരുടെ കഴിവുകൊണ്ടല്ല. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. അവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പിടികിട്ടിയോ നിങ്ങൾക്ക്? നിങ്ങൾ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോമുകൾ, അങ്ങനെയുള്ള കർത്തൃദാസിമാരെ സെലക്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ പ്ലാറ്റ്ഫോമുകളിൽ കയറാൻ വേണ്ടി. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കർത്താവിന്റെ ദാസിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ കയറാൻ. ചില പ്ലാറ്റ്ഫോമിൽ കയറാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ. എത്ര വില കൊടുത്താണെങ്കിൽ ഞാൻ ആ പ്ലാറ്റ്ഫോമിൽ കിട്ടും. ഹല്ലേലൂയ. കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ രാത്രി 3 മണിക്കൂറോ ഉറങ്ങിയത്. സ്തോത്രം. ഈ വെളുപ്പിനെ ഈ സമയം ഇവിടെ 4 മണി ആയതേ ഉള്ളൂ. സ്തോത്രം. ഈ സമയത്ത് ഉണർന്ന് എഴുന്നേറ്റ് നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിക്കുന്നത് ഇന്ന് പകൽക്കാലം മറ്റൊന്നും കിട്ടുവാൻ
വേണ്ടിയല്ല, ഇന്ന് പകൽ ആരുടെയൊക്കെ ലൈഫിനകത്ത് ഒരു വിടുതൽ സംഭവിക്കണം. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, കർത്തൃദാസിയും അത് ആഗ്രഹിച്ച് ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം ലൈവായിട്ട് ഈ ദൂത് കയറിപ്പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഓ റാമന സിയാരകൾക്കടി ഇന്ന് പകൽ ഞാൻ ഹൃദയം തുറന്ന് എൻ്റെ ഒരു സ്വന്തം പ്ലാറ്റ്ഫോം പോലെയാണ് ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് ഹല്ലേലൂയ ഈ ഹൃദയം തുറന്ന് ചില കാര്യങ്ങൾ കൈമാറുന്നത്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾക്കൊരു വിടുതൽ വേണമെന്ന് ഈ പ്ലാറ്റ്ഫോം ലീഡ് ചെയ്യുന്ന കർത്തൃദാസി ആഗ്രഹിക്കുന്നുണ്ട്. ദൈവാത്മാവ് ലൈവായിട്ട് നിങ്ങളോട് ഇടപെടുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഇതിനകത്ത് ഇരിക്കുന്ന ദൈവദാസിക്ക് കാഴ്ചപ്പാടില്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, അല്ല എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ സ്തോത്രം എല്ലാവരും സൂം നടത്തുന്നു, അതുകൊണ്ട് ഞങ്ങളും ഒരു സൂം നടത്തുന്നു, നിങ്ങളൊക്കെ വന്നിരുന്ന് കുറച്ച് പേരെ എനിക്ക് കാണിക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടായി വരുന്ന ദൈവദാസന്മാരുടെ ശുശ്രൂഷകൾക്ക് എതിർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആത്മാവിന്റെ ശുശ്രൂഷകൾ തടഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഒന്നും നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം, ഒന്നും നടക്കത്തില്ല. റമന സിയാരകൾ കെട്ടിയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ ദൈവം ഇതിനകത്ത് ചിലത് ചെയ്യുക, ദൈവം ഇതിനകത്ത് ചിലത് ചെയ്യുക, ദൈവം ഇതിനകത്ത് ചിലത് ചെയ്യുക. ഹല്ലേലൂയ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കതിനകത്ത് ചെയ്യുക. നിങ്ങൾ ഇന്ന് പകൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തിൽ ചിലത് ചെയ്യുകയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്ത് ചിലത് ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാണ്. കർത്താവിനോട് ഞാൻ പറഞ്ഞല്ലോ ഹല്ലേലൂയ, കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു ഹല്ലേലൂയ, സ്തോത്രം. ഈ ഡിസംബർ മാസം 20-ാം തീയതിക്കുള്ളിൽ ഹല്ലേലൂയ ചില ദൈവപ്രവർത്തികളെ ദൈവം ചിലർക്ക് വേണ്ടി തുറന്നു വിടുവാൻ ആഗ്രഹിക്കുന്നു, തുറന്നു വിടുവാൻ ആഗ്രഹിക്കുന്നു. ചില തുറവികൾ ഇതിനകത്ത് സംഭവിക്കാൻ പോകുക, തുറവികൾ സംഭവിക്കാൻ പോകുക. ഒന്നുകൂടെ കർത്താവിനോട് പറയുന്നു, സ്തോത്രം. ചില ഉത്തരങ്ങൾ ചിലതിന് വേണ്ടി ദൈവം കൈമാറാൻ പോകുക, ചില ഉത്തരങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ചിലതിന് വേണ്ടി കൈമാറാൻ പോകുക. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങൾ ദൈവാത്മാവിന്റെ ആഴത്തിൽ ഇടപെട്ട ഒരു ദൈവവചനം ഞാൻ നിങ്ങളുമായിട്ട് കൈമാറാൻ പോവുക. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങളോട് ഹൃദയം തുറന്ന് പറയാം. ഹല്ലേലൂയ, ഒരു 3-4 ദിവസങ്ങൾക്ക് മുമ്പേ ദൈവാത്മാവിനോട് ഈ ഒരു വാക്ക് ശക്തമായിട്ട് ഇടപെട്ടു. ഞാൻ സ്തോത്രം കഴിഞ്ഞ 2 ദിവസമായിട്ട് സ്തോത്രം 1-2 പ്ലാറ്റ്ഫോമുകൾ ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്നു. ഈ 2 പ്ലാറ്റ്ഫോമുകളിലും ഉണ്ട്. പക്ഷെ ആ 2 പ്ലാറ്റ്ഫോമുകൾ ഈ വചനം എടുക്കാൻ എന്നെ കൊണ്ട് ദൈവം സമ്മതിച്ചില്ല. കർത്താവ് ഈ വാക്ക് ശുശ്രൂഷിക്കാൻ എന്നെ കൊണ്ട് സമ്മതിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എല്ലാം ഞാൻ ഈ വാക്ക് എടുത്തുകൊണ്ട് പോയി ഇരിക്കും, ഇത് അവരോട് പറയാവുന്ന, പക്ഷെ സമ്മതിച്ചില്ല. ദൈവം എനിക്ക് പെർമിഷൻ തന്നില്ല. ഹല്ലേലൂയ, അത് പറയാൻ തക്കണം. പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുമ്പോൾ കർത്താവ് എനിക്ക് പെർമിഷൻ തരുന്നു നിങ്ങളോട് ഇത് സംസാരിക്കാം. അപ്പൊ എനിക്ക് പിടികിട്ടി ഇത് നിങ്ങളോട് മാത്രം സംസാരിക്കാനുള്ള ഒരു ദൂതാണെന്ന്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2 പ്ലാറ്റ്ഫോമുകളിലും കഴിഞ്ഞ 2 ദിവസമായിട്ട് ശുശ്രൂഷിക്കാൻ തക്കണ ഈ വാക്യത്തിന് അറിയാം, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു വേടാ കിടക്കുന്നത്. അല്ലേ, ഈ വാക്യത്തിന് ശുശ്രൂഷിക്കാന്ന് പറഞ്ഞു പോയിരുന്നു, എന്നെ ദൈവം സമ്മതിച്ചില്ല, ആ വാക്യത്തെ തൊടാൻ സമ്മതിച്ചില്ല. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ ഇവിടെ ഞാൻ ഈ പ്രാരംഭത്തിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് എനിക്ക് പെർമിഷൻ തരുന്നു. ഹല്ലേലൂയ, ആ വേടിയും നിങ്ങളോട് ശുശ്രൂഷിക്കാൻ വേണ്ടി ആ വേട ഞാൻ നിങ്ങളുടെ മുമ്പിൽ റിലീസ് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് ആധാരമായിട്ട് സ്തോത്രം ഞാൻ പറഞ്ഞല്ലോ, ഈ വേട് ഞാൻ ഇതുവരെ എന്റെ ലൈഫിൽ എങ്ങും ശുശ്രൂഷിക്കാത്തൊരു വേടാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഹോശയ്യാവിന്റെ പുസ്തകം 2-ാം അധ്യായം, ഹോശയ്യ പ്രവചനം 2-ാം അധ്യായം. സ്തോത്രം. വേണ്ടവർ ഇന്ന് പകൽക്കാലം സ്വീകരിച്ചോണേ. ഹല്ലേലൂയ, ഹോശയ്യാവ് 2-ാം അധ്യായം. എന്റെ ചർച്ച ശുശ്രൂഷിച്ചിട്ടില്ല, എങ്ങും ശുശ്രൂഷിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം ദൈവം എന്റെ ഹൃദയത്തിൽ തുറന്നു വന്ന ഒരു വേടാണ്. ഹല്ലേലൂയ, സ്തോത്രം. വ്യക്തിപരമായ പ്രാർത്ഥന മുറി ഞാൻ വ്യക്തിപരമായി ഞങ്ങള് കുടുംബമായിട്ട് ഹല്ലേലൂയ, സ്തോത്രം ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഏറ്റെടുത്തൊരു ദൂതാണ്. ഡിസംബർ മാസം ഹല്ലേലൂയ 1-ാം തീയതിയിലേക്ക് കടക്കുമ്പോൾ ഞങ്ങൾ കുടുംബമായിട്ട് വ്യക്തിപരമായിട്ട് പ്രാർത്ഥിച്ച് ഏറ്റെടുത്തൊരു ദൂതാണ്. നിങ്ങളുമായിട്ട് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹോശയ്യ സ്തോത്രം 2-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യങ്ങളാണ്. ഹല്ലേലൂയ, ഹോശയ്യ 2-ാം അധ്യായത്തിന്റെ 21, 22, 23 വാക്യമാണ്. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചു കേട്ടോണം. ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും, ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. യഹോവയായ ദൈവം പറയാണ്, ആ കാലത്ത് ഞാൻ ഉത്തരം നൽകും. അടുത്തത് എന്ന് യഹോവ അരുളി ചെയ്യുന്നു, ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. സ്തോത്രം. നിങ്ങൾ കേട്ടോണേ, ഞാൻ ആകാശത്തിന് ഉത്തരം നൽകും. സ്തോത്രം. അടുത്തത് ഹല്ലേലൂയ, സ്തോത്രം. അത് ഭൂമിക്ക് ഉത്തരം നൽകും. സ്തോത്രം. അടുത്തത് കേട്ടോണേ, ഭൂമി ധാന്യത്തിനും വീഞ്ഞിനും എണ്ണയ്ക്കും ഉത്തരം നൽകും. അവ ഇസ്രയേലിന് ഉത്തരം നൽകും. ഞാൻ അതിനെ എനിക്കായി ദേശത്ത് വിതയ്ക്കും. സ്തോത്രം. അടുത്തത്, കരുണ ലഭിക്കാത്തവളോട്, കേട്ടോ ദൈവമക്കൾ കേട്ടോ, കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും, ഞാൻ കരുണ കാണിക്കും. സ്തോത്രം. ഹല്ലേലൂയ, സീസൺ ചേഞ്ച്. കരുണ ലഭിക്കാത്തവളോട് ഞാൻ കരുണ കാണിക്കും. അടുത്തത്, എന്റെ ജനത്തിനോട് നീ എന്റെ ജനമെന്ന് ഞാൻ പറയും, നീ എന്റെ ദൈവമെന്ന് അവരും പറയും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം
കരുണ ലഭിക്കാത്ത ചിലതിന് കരുണ ലഭിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ, സ്തോത്രം. ദയ ലഭിക്കാത്ത ചിലർക്ക് ദയ ലഭിക്കുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുക. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് പറയുന്നു, ബീന സിസ്റ്ററെ, ഇതിനകത്തിൽ ചിലർക്ക് വേണ്ടി ദൈവം കരുണ കാണിക്കാൻ പോകുക. ഒന്നുകൂടെ നിങ്ങളോട് പറഞ്ഞാൽ, ഹല്ലേലൂയ, സ്തോത്രം. എസ്തേർ രാജ്ഞി രാജസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു പദം ഇങ്ങനെ പറയുന്നുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. അല്ലെ, ഇത് ക്രമപ്രകാരമല്ല ഞാൻ കയറി ചെല്ലുന്നത്, പക്ഷെ നിങ്ങൾ ഉപവസിച്ചു, നിങ്ങൾ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, രാജാവിന് എന്നോട് കരുണ തോന്നുവാൻ തൊക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് ഈ ഉപവാസ പ്രാർത്ഥനയെ പറയുന്നു, നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ക്രമപ്രകാരം അല്ലെങ്കിൽ നിനക്ക് വേണ്ടി ചിലർ കരുണ കാണിച്ച്, ചിലർ ദയ കാണിച്ച്, ചില പൊൻചെങ്കോലുകൾ നീട്ടപ്പെടുന്ന ഒരു സീസൺ വെളിപ്പെടാൻ പോകുക. അത് നിന്റെ ലൈഫ് തിരിയാൻ പോകുക. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ചോ. ചിലർ നിന്നോട് കരുണ കാണിക്കാൻ പോകുക, ചിലർ നിന്നോട് ദയ കാണിക്കാൻ പോകുക. അത് നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും നിന്റെ തലമുറകളുടെയും സീസൺ ചേഞ്ച് ആയി മാറാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആ സീസൺ ചേഞ്ച് ഹാമാന്യ പദ്ധതികളെ തകർക്കുന്നതാ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ നിമിഷം വരെ, ഹല്ലേലൂയ, സ്തോത്രം, നിന്നെ ഇല്ലാതാക്കുവാൻ, അവസാനിക്കുവാൻ, നിന്റെ കുടുംബത്തെ അവസാനിപ്പിക്കുവാൻ, നിന്റെ തലമുറകളെ അവസാനിപ്പിക്കുവാൻ, ഹല്ലേലൂയ, നിന്റെ ഭാവി അവസാനിപ്പിക്കാൻ, അടുത്ത ഡെസ്റ്റിനേഷനുകളിലേക്ക് നിന്നെ വിടത്തില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന നിനക്കെതിരെ നിന്ന ചില ഹാമാന്യ ശക്തികളെ അവസാനിപ്പിക്കത്തക്ക നിലവാരത്തിൽ, നിനക്ക് വിരോധമായി എഴുതിയ ചില രേഖകളെ അവസാനിപ്പിക്കത്തക്ക നിലവാരത്തിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മ പറയുന്നു, ഈ ഉപവാസ പ്രാർത്ഥനയുടെ നടുവിൽ ക്രമപ്രകാരം അല്ലെങ്കിൽ ആരും പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, ആരും ചിന്തിക്കാത്ത നിലവാരത്തിൽ നിനക്ക് വേണ്ടി ദൈവത്തിന്റെ കരുണയുടെ കരം, ദൈവത്തിന്റെ ദയയുടെ കരം, ഹല്ലേലൂയ, ചില മേഖലകൾക്കകത്തിൽ നീട്ടപ്പെടാൻ പോകുന്നു. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ നീട്ടപ്പെടാൻ പോകുന്നു. ഓ, സ്തോത്രം. നീ ചിലതിനെ മറികടന്ന് കയറാൻ പോകുന്നു. ഓ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ഹാമാന്യ സ്ട്രാറ്റജികളെ നീ മറികടന്ന് കയറാൻ പോകുന്നു യേശുവിന്റെ നാമത്തിൽ. അവൻ പോലും പ്രതീക്ഷിച്ചില്ല, അവൻ പോലും പ്രതീക്ഷിച്ചില്ല, അവൻ പോലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് പകൽക്കാലം, ഹല്ലേലൂയ, സ്തോത്രം, ചിലർ നിനക്ക് വിരോധമായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില പ്രതീക്ഷകൾ, ശത്രുവിന്റെ പ്രതീക്ഷ തകരുന്ന ഒരു പകൽക്കാലമായി പകൽക്കാലം കേട്ടോ. ശക്തമായിട്ട് ശക്തമായിട്ട് ദൈവാത്മ ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. ചിലതിന്റെ പ്രതീക്ഷ, ഹല്ലേലൂയ, ഈ പകൽക്കാലം ദൈവാത്മാവ് തകർക്കുക. ശത്രുവിന്റെ പ്രതീക്ഷ തകരുന്ന പകൽക്കാലമായത്. ശത്രുവിന്റെ പ്രതീക്ഷ തകരുന്ന പകൽക്കാലമായത്. നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ മിനിസ്ട്രിക്കെതിരെ, ഹല്ലേലൂയ, ശത്രു വെച്ച ചില പ്രതീക്ഷകൾ ദൈവാത്മാവ് തകർത്ത് കളയുക കേട്ടോ. ദൈവാത്മാവ് തകർത്ത് കളയുക, ദൈവാത്മാവ് തകർത്ത് കളയുക, ദൈവാത്മാവ് തകർത്ത് കളയുക. യെസ്, സ്തോത്രം, 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 സ്തോത്രം. രാമന ശംദല ബീന സിസ്റ്റർ ഇന്ന് പകൽ വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഈ മിനിസ്ട്രിക്കെതിരെയുള്ള ശത്രുവിന്റെ പദ്ധതികൾ ഇന്ന് പകൽക്കാലം, ഈ ഉപവാസത്തിന്റെ 4ാം പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് തകർത്ത് കളയുക. ഹല്ലേലൂയ. ദൈവാത്മാവ് തകർത്ത് കളയുക, ദൈവാത്മാവ് തകർത്ത് കളയുക, ദൈവാത്മാവ് തകർത്ത് കളയുക. ഹല്ലേലൂയ, സ്തോത്രം. ദൈവാത്മാവ് തകർത്ത് കളയുക, ദൈവാത്മാവ് തകർത്ത് കളയുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, 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 സ്തോത്രം. Thank you, Holy Spirit. Thank you, Holy Spirit. സ്തോത്രം, 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 സ്തോത്രം. Thank you, Holy Spirit. Thank you, Holy Spirit. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകലില് ഞാൻ ഈ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ശക്തമായിട്ട് പറഞ്ഞു, ചിലരുടെ ലൈഫിനെതിരെ ചില പറഞ്ഞിട്ട ചില നെഗറ്റീവ് വേർഡുകളെ ഈ പകൽ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവാം. ഈ പകൽ ദൈവം ബ്രേക്ക് ചെയ്യാൻ പോവാം. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ലൈഫിന്റെ മുകളിൽ കിടന്ന്, ഒന്നുകൂടെ പറഞ്ഞ് നിന്റെ തലയുടെ മുകളിൽ കിടന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ വാക്കുകളെ ഈ പകൽ ദൈവം ബ്രേക്ക് ചെയ്തിട്ട് നിന്നെ ചിലതിലോട്ട് കയറ്റിവിടാൻ പോവാ. നിന്നെ ചിലതിലോട്ട് കയറ്റിവിടാൻ പോവുക. ഞാനിത് പറഞ്ഞു, ഞാൻ എവിടെങ്കിലും ഒരു അനുഭവ സാക്ഷ്യം തൊടുന്നുണ്ടെങ്കിൽ ആത്മാവ് അത്ര നിയോഗം തരുമ്പോഴേ ഒരു അനുഭവ സാക്ഷ്യം തൊടത്തുള്ളൂ. ചില നാളുകൾക്ക് മുമ്പേ ഞങ്ങളുടെ ചർച്ചിനകത്തിൽ ഒരു വിസിറ്റിംഗ് പാസ്റ്റർ, ഈ ഞങ്ങളുടെ മെയിൻ വർഷിപ്പിന് വിസിറ്റിംഗ് പാസ്റ്റേഴ്സിന് അങ്ങനെ കൊടുക്കത്തില്ല. ഇവിടുത്തെ നിയമപ്രകാരം നമുക്ക് കൊടുക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് മെയിൻ വർഷിപ്പിന്, മെയിൻ ഹാളിലെ വർഷിപ്പിനകത്തിൽ. പക്ഷെ ഒത്തിരി ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരും. ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരുമ്പോൾ അവരെ ഒന്ന് മാനിക്കാൻ വേണ്ടി ഒരു സാക്ഷ്യത്തിനുള്ള അവസരം കൊടുക്കും. ചില നാളുകൾക്ക് മുമ്പേ ഒരു പാസ്റ്റർ എഴുന്നേറ്റ് നിന്ന്
സാക്ഷ്യം പറയുന്ന സമയത്ത് പുള്ളി കുറെ നെഗറ്റീവ് വേർഡ് ദൈവസഭയ്ക്കെതിരെ പറഞ്ഞു. അങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു കുറെ നെഗറ്റീവ് വേർഡ്, മരണത്തിന്റെ ദൂതൊക്കെ ദൈവസഭയ്ക്കകത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഒരു ദൂത് പോലെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ദൂത് പോലെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം മരണത്തിന്റെ ദൂതുകളാ പറയുന്നത്, ദൂത് പോലെ. എനിക്കൊന്നും തോന്നിയില്ല അപ്പോ. പക്ഷേ ഞാൻ മിനിസ്ട്രി ചെയ്യാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ആത്മാവ് എൻ്റെ മേൽ ഭയങ്കര നിയോഗം ഇങ്ങോട്ട് തന്നിട്ട് ഞാൻ ആളു മാറിയവനെ പോലെ അവിടെ മിനിസ്ട്രിയുടെ നടുവില് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. ആത്മാവിനോട് പറയുന്നു, ഞാൻ ദൈവത്തിന്റെ ദൂതന്മാരെ, ഏഞ്ചൽസിനെ ഇവിടേക്ക് ഇറക്കുന്നു. ഏഞ്ചൽസ് ചില വാളുകൊണ്ട് ചില മരണ ദൂതന്മാരെ ഇപ്പോൾ വെട്ടുന്നു. ഭയങ്കര ദൈവസഭയ്ക്കകത്ത് വെളിപ്പെടാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ. ദൈവാത്മാവിനോട് പറഞ്ഞു, ഭയങ്കര അധികാരം എനിക്ക് തന്നെ മനസ്സിലായി. ഞാനിത് പറയുമ്പോൾ എന്റെ ശരീരത്തിൽ ഇപ്പോൾ ഇത് പിടികിട്ടു, ഫീൽ ചെയ്യുന്നു ഇപ്പോൾ. സ്തോത്രം, ഹല്ലേലൂയ. ഭയങ്കര ഒരു അധികാരം വെളിപ്പെടാൻ തുടങ്ങി. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. അവിടെ ദൈവാത്മ പറഞ്ഞു, ഞാൻ ചിലതിനെ വെട്ടുമാറ്റുകയാണ്, അതിനായി ഇത് ഏഞ്ചൽസിനെ വാളും കൊടുത്ത് ഇറക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അത് ഭയങ്കര ഒരു ആരാധന അന്തരീക്ഷമായി മാറി. എന്നോട് പരിശുദ്ധം പറഞ്ഞു, ആ പുള്ളി പറഞ്ഞത് മുഴുവൻ ഞാൻ ഇവിടെ വെട്ടുവാന്ന് പറഞ്ഞു. ഇന്ന് പകൽക്കാലം നിങ്ങൾ എൻ്റെ കൂടെ ചേർന്ന് വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ചിലത് നിന്റെ മേൽ വിതച്ചിട്ട ചിലതിനെ ഇന്ന് പകൽക്ക് എന്നോട് ചേർന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ചിലരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ, ആത്മാവിൽ പ്രാർത്ഥിച്ചോ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ചിലത് നിന്റെ മേൽ വിതച്ചിട്ടത് ചിലത്, ഹല്ലേലൂയ, നിനക്ക് മുൻപോട്ട് വിടാതെ വേണം. ഹല്ലേലൂയ, ചിലത് നിന്റെ മേൽ വിതച്ചിട്ടതിനെ ഈ പകൽക്കാലം ആത്മാവ് വെട്ടി മാറ്റുക, 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 ആത്മാവ് വെട്ടി മാറ്റുക. സ്തോത്രം. എനിക്ക് അറിയത്തില്ല, ഞാൻ ഒരു അനുഭവം കൂടെ ഭയങ്കരമായിട്ട് പരിശുദ്ധ തോടുന്നു. ഇന്ന് പകൽ ആരെ വിടുവിക്കാൻ പോയി ദൈവാമ്മ. നിങ്ങൾ ചിന്തിക്കാത്ത ഒരു അനുഭവം ദൈവാമ്മ എന്നെ തൊടുന്നു. എന്റെ ചർച്ചിൽ തന്നെ, സ്തോത്രം, ഒരു ഫാമിലി സ്തോത്രം, അവര് OETയുടെ ഒരു എക്സാം എഴുതി UK പോകാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടു. അവര് ജയിക്കാത്ത വ്യക്തി ജയിച്ചു എന്ന് പറഞ്ഞാൽ ജയിക്കാൻ യാതൊരു സാധ്യതയില്ല, അവരെ ദൈവം ജയിപ്പിച്ചു. സ്തോത്രം. പക്ഷെ അവര് പബ്ലിക്കായിട്ട് പറഞ്ഞു, ഞങ്ങൾ പോവാ, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പോവാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് ആൾക്കാർ, അയ്യോ ഇവര് പോയി കഴിഞ്ഞാൽ ഇനി എന്തോ ചെയ്യും, അവര് പോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും, പലർക്കും പല കമന്റായി. സ്തോത്രം. അവർ ഈ എല്ലാ കാര്യങ്ങളും ഒന്നും അംഗീകരിക്കാത്തൊരു ടീമാണ്. സ്തോത്രം. നിങ്ങൾക്കറിയാം, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നിങ്ങളുടെ വിടുതൽ നടക്കത്തുള്ളൂ. അതാ ഈ പറയാൻ പോകുന്നത്. നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വിടുതൽ നടക്കത്തുള്ളൂ. സ്തോത്രം. നിങ്ങൾക്കറിയോ, സ്തോത്രം. അപ്പോ എനിക്ക് മനസ്സിലായി, ഇത് ആത്മാവ് ഞാൻ സെൻസ് ചെയ്തു, എനിക്ക് മനസ്സിലായി ഇവർ കെട്ടപ്പെട്ടു എന്ന് മനസ്സിലായി. പക്ഷെ ഇവരിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒന്നും അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഇവർ കോമൺ. ഞാൻ പല പ്രാവശ്യം ഇവരോട് പറയാൻ ശ്രമിച്ചു, പക്ഷെ അവരൊന്നും അംഗീകരിക്കുന്നില്ല. സ്തോത്രം. എനിക്ക് എങ്ങനെങ്കിലും ഇവരൊന്ന് വിടുവിക്കപ്പെടണമെന്നുണ്ട്, പക്ഷെ ഇവര് അതൊന്നും എല്ലാ കാര്യങ്ങളൊന്നും അംഗീകരിക്കുന്നില്ല. സ്തോത്രം. ഇവരുടെ വഴി മൊത്തം ബ്ലോക്കാ, ഇവർക്ക് പോകാൻ പറ്റുന്നില്ല, ബ്ലോക്ക് ആവുക. ഇവർക്ക് UK അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടേണ്ടതാ, പക്ഷേ സ്തോത്രം, ഓഫർ ലെറ്റർ ഒക്കെ കിട്ടി, പക്ഷെ ഇവരുടെ ബാക്കി പേപ്പറുകൾ ഒന്നും ചലിക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് പകൽ ഞാൻ എന്തൊക്കെ തലയും കുത്തി പറഞ്ഞാലും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങളുടെ വിടുതൽ ഇന്ന് പകൽ സംഭവിക്കത്തുള്ളൂ. ഇതാ പറയാൻ പോകുന്നത്. സ്തോത്രം. അവരുടെ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചു, ചർച്ചിന്റെ ഒരു പ്രാർത്ഥന വെച്ചു. ഈ പ്രാർത്ഥന ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കേണ്ടത്. ഞങ്ങളുടെ അവിടെ ഞങ്ങളുടെ ഒരു സീനിയർ പാസ്റ്റർ ഉണ്ട്. ഞങ്ങളുടെ ഒരു സഹോദരൻ, സ്തോത്രം, കാനഡയ്ക്ക് പോവാ. സ്തോത്രം. അപ്പൊ അവരെ പ്രാർത്ഥിച്ചിട്ട് വേണം എനിക്ക് ആ വീട്ടിൽ പോയിട്ട് ദൈവവചനം ശുശ്രൂഷിക്കുക. അപ്പം വേറെ പാസ്റ്റർ ഉണ്ട്, പുള്ളിയാണ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അദ്ദേഹം ലീഡ് ചെയ്ത് എനിക്കറിയാം, ഒരു ടൈമുണ്ട്, ആ ടൈമിനകത്തിലേക്ക് ഞാൻ അങ്ങ് ചെന്നാൽ മതി. സ്തോത്രം. അപ്പൊ ഈ സഹോദരൻ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് പോകണം. സ്തോത്രം. ഞാൻ ആ വീട്ടിൽ കയറി പ്രാർത്ഥിച്ച് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതുള്ളൂ. 5 മിനിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്തൊന്നും ദൈവജനം, ആ ദൈവാസം ശുശ്രൂഷിക്കേണ്ട, അല്ല, ആ ദൈവാസനും അല്ല ശുശ്രൂഷിക്കേണ്ടത്. പക്ഷേ ഞാൻ എൻ്റെ പ്രാർത്ഥനാ മുറി ദൈവാത്മാവിനോട് പറഞ്ഞു, ആ കുടുംബത്തെ ഇന്ന് വിടുവിക്കാൻ ഞാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. എന്നോട് കർത്താവ് പറഞ്ഞു, ആ കുടുംബത്തെ ഇന്ന് വിടുവിക്കാൻ ആഗ്രഹിക്കുക, അവരുടെ ആ കെട്ട് ഞാൻ ഇന്ന് അഴിക്കാൻ ആഗ്രഹിക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ഞാൻ ആ വീട്ടിൽ ചെല്ലുന്ന സമയമായപ്പോൾ ഞാൻ ആ വീട്ടിൽ ചെന്ന് ഞാൻ ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് ആ കുടുംബത്തിൽ നിന്ന് വിടുതലായിത്തീരുമെന്ന് പറഞ്ഞ് ആ വീട്ടിൽ ചെല്ലാൻ സമയമായി കഴിഞ്ഞപ്പോഴത്തേക്കിന്, സ്തോത്രം, 5 മിനിറ്റ് പോലും ലേറ്റ് ആയില്ല. മറ്റേ അവിടെ ഇന്ന് ദൈവദാസൻ, സ്തോത്രം, ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന കാണുന്നത് പുള്ളി അങ്ങ് വചന ശുശ്രൂഷ അങ്ങ് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരൻ പറഞ്ഞു, ഇനിയും ഞാൻ അങ്ങ് വചന ശുശ്രൂഷ ചെയ്തോളാം, ഹല്ലേലൂയ, നീ പ്രാർത്ഥിച്ചങ്ങ് അവസാനിപ്പിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് പിടികിട്ടി,
സ്തോത്രം. ഇവരുടെ വിടുതലിനെ തടയുക. നിങ്ങൾ അടുത്തൊരു കാര്യം കേട്ടോണേ, അടുത്തൊരു കാര്യം കേട്ടോണേ. അടുത്ത ആഴ്ച ഞങ്ങളുടെ വേറൊരു സഹോദരന്റെ വീട്ടിലെ പ്രാർത്ഥന. അടുത്ത ആഴ്ച ആ വീട്ടിലെ സഹോദരൻ എന്നോട് വന്നിട്ട് പറയുക, പാസ്റ്ററെ സ്തോത്രം ഹല്ലേലൂയ, അടുത്ത ആഴ്ച എന്താണെങ്കിലും പാസ്റ്റർ ആയിരിക്കുമല്ലോ ദൈവം ശുശ്രൂഷിക്കുന്നത്. ഞങ്ങൾ അവിടെ വെച്ച് മറ്റേ പാസ്റ്റർ വചനം ശുശ്രൂഷിപ്പിച്ചപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ശുശ്രൂഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു വിടുതല. ഞാൻ പറഞ്ഞു, നീ പിടിച്ചോണ്ട് വന്നിക്കുമല്ലോ, അവർക്ക് വേണ്ടായിരുന്നു സ്തോത്രം, അവർക്ക് കിട്ടിയില്ല, ഇവൻ പിടിച്ചോണ്ട് വന്നിക്കുക സ്തോത്രം. അവന്റെ വീട്ടിൽ ദൈവത്തിന് ശുശ്രൂഷിച്ചോ, അവനത് വിടുതല. നിങ്ങൾക്ക് പിടികിട്ടിയോ? ഒരാള് അല്ലെങ്കിൽ സ്തോത്രം അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. ദൈവം വിടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് വിടിവിക്കാൻ പറ്റുന്നില്ല. പിടികിട്ടിയോ നിങ്ങൾക്ക്? പക്ഷെ ഒരുത്തൻ പറയുക, അല്ലെങ്കിൽ എന്നെ വിളിച്ചിട്ട് പറയാ, പാസ്റ്റർ എന്താണെങ്കിലും അടുത്ത ആഴ്ച, അല്ലെങ്കിൽ മറ്റേ പുള്ളിയായിരുന്നു അവിടെ ശുശ്രൂഷിക്കണേ, അത് വേണ്ട, പാസ്റ്റർ ശുശ്രൂഷിച്ചാൽ മതി, അല്ലെങ്കിൽ ഞങ്ങൾക്കത് വിടില്ല, ഞങ്ങൾ കുടുംബമായിട്ട് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഒരുങ്ങി റെഡിയായിരിക്കുക. നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾ ഇന്ന് പകൽക്കാലം ആഗ്രഹിച്ചെങ്കിലേ ദൈവത്തിന് നിങ്ങളെ വിടുവിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. അതാ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹമാണ് ഇന്ന് പകൽക്കാലം ദൈവം വിടുവിക്കേണ്ടത്. ഇന്ന് പകൽ വിശ്വസിച്ചോ, ചിലർ ആഗ്രഹത്തോടെ, ചിലർ ആഗ്രഹത്തോടെ ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് പിടികിട്ടിയോ? ഈ വീനസ് ഇടയ്ക്ക് ഹല്ലേലൂയ പല കാര്യങ്ങൾ പറയുമ്പോൾ ഈ ദൈവദാസൻ ഇതിനാ വിളിക്കുന്നത് ഇങ്ങനാന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് പിടികിട്ടിയോ? ഇതിനകത്ത് കിടക്കുന്ന മർമ്മം എന്തോ എന്ന് പിടികിട്ടിയോ? ഹല്ലേലൂയ സ്തോത്രം. ഈ ചില മേഖലകളിൽ ചിലർക്കറിയാം ചില മർമ്മങ്ങൾ, ഹല്ലേലൂയ സ്തോത്രം, അത് തുറവികളായി മാറും. ഹല്ലേലൂയ. അങ്ങനെ ഇപ്പൊ എന്നെ വിളിക്കുന്ന പല വ്യക്തികളുണ്ട്, അവർക്കറിയാം. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റിംഗിനകത്തിൽ എന്നോട് പറഞ്ഞു, ദൈവദാസനെ ആദ്യം നിങ്ങളുടെ ഡേറ്റ് എടുത്തത് ഞങ്ങൾക്കറിയാം, അല്ലെങ്കിൽ ചില മേഖലകൾ തുറവികൾ നടക്കിയ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ ആ മീറ്റിംഗിനകത്ത് ആ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, കർത്താവേ ഈ ദൈവമനുഷ്യൻ ഉപയോഗിക്കണേ, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്കറിയത്തില്ല. അവസാനം മറ്റൊരാൾ എന്നോട് പറഞ്ഞത്, അല്ലെ എന്റെ വീടിനകത്ത് ഈ ദൈവദാസൻ ഇരിക്കുന്നത് അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ഉപയോഗിക്കപ്പെടാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സംഭവിച്ച ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ അവർക്ക് വേണ്ടി ശുശ്രൂഷിക്കണമെന്ന് ആഗ്രഹിച്ച് നാളുകൾക്ക് മുമ്പേ ഇദ്ദേഹം പറഞ്ഞപ്പോഴേ ഒരു ഹല്ലേലൂയ സ്തോത്രം, ഒരു ദൈവജനത്തിന് വെളിപ്പാട് എന്നോട് പറഞ്ഞു. പക്ഷെ ശത്രു തടയുക. ഞാൻ ആ മീറ്റിംഗ് കയറിയിട്ട് ഒരു പകുതി സമയം വരെയും ആ വചനം എന്റെ ഉള്ളിലേക്ക് കയറുന്നതേ ഇല്ല, തടഞ്ഞുകൊണ്ടിരിക്കുക. ഭയങ്കരമായിട്ട് അവർക്ക് വേണ്ടി അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അതിനകത്ത് ഇരിക്കുന്ന ആ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയോ, അതിനൊരു പകുതി സമയം കഴിഞ്ഞപ്പോ ശത്രു മറച്ചിട്ടിരുന്ന ആ വചനത്തെ ദൈവം ഒന്ന് തുറന്നു, ഓപ്പൺ ചെയ്തു. സ്തോത്രം. ഒരു വ്യക്തിയോട് ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ വചനത്തിന് വെളിപ്പാട് ഓപ്പൺ. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ചില ദിവസങ്ങളെ നിങ്ങളോട് പറയാൻ ദൈവം എന്നോട് പറയുന്ന ഈ ഉപവാസ പ്രാർത്ഥന പറയാൻ കർത്താവിനോട് പറഞ്ഞ വചനം, അല്ലെങ്കിൽ ദിവസങ്ങളായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ പക്ഷേ എനിക്ക് പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പോൾ ഇതാ ഈ സമയത്ത് ദൈവം തുറക്കുന്നു. അല്ലെങ്കിൽ പിന്നെ എനിക്ക് പിടികിട്ടിയത് ആ ദൈവമനുഷ്യനകത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങൾക്ക് പിടികിട്ടിയോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ. നിങ്ങൾ ഇന്ന് പകൽക്കാലം, കർത്താവേ എന്റെ ലൈഫിനകത്ത് ചില തുറവികൾ സംഭവിക്കണമെന്ന് ഈ പകൽക്കാലം നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ, ആർക്ക് വേണ്ടി തുറക്കാത്ത ചില ഡോറുകൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ഒരു പകൽക്കാലമാണത്. ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ചിലർ ദൂത് വിളിച്ചു പറയാ, നിനക്ക് വേണ്ടി ദൈവം ചിലതിനോട് ഉത്തരം കൊടുക്കും. ഓ സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽ കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, ഞാൻ ചിലതിന് വേണ്ടി, ഹല്ലേലൂയ സ്തോത്രം, ആ കാലത്ത്, ഈ കാലത്ത്, ഈ ഡിസംബർ മാത്രം ഉത്തരം നൽകും. ഹല്ലേലൂയ സ്തോത്രം. ഒന്നുകൂടെ ഞാൻ പറയാം, ദൈവം ഉത്തരം നൽകിയെങ്കിൽ മാത്രമേ, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ നിന്റെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന ചിലതിന് മേൽ മറുപടി വെളിപ്പെടത്തുള്ളെന്ന്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പിടികിട്ടിയോ? ഹല്ലേലൂയ. നീ എന്തോ ചെയ്താലും ദൈവം ഇന്ന് പകൽക്കാലം ഉത്തരം കൊടുത്തെങ്കിലേ അത് നിങ്ങൾക്ക് ഉത്തരം തരത്തുള്ളൂ. ഹല്ലേലൂയ. നിനക്കൊരു ജോലി കിട്ടണോ, ജോലി സ്ഥാപനത്തിൽ ഓഫർ ലെറ്റർ നിനക്ക് വരണമെങ്കിൽ ദൈവം ഉത്തരം കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിനക്കൊരു നന്മ വരണോ, ദൈവം ഉത്തരം കൊടുക്കണം. ദൈവം ഉത്തരം കൊടുത്തു കഴിയുമ്പോൾ ആ ഉത്തരം ഈ ഭൂമിയിൽ നീയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലതിനകത്തിൽ ഉത്തരമായിട്ട് വെളിപ്പെടും. യെസ്, ഹല്ലേലൂയ. ദൈവം ഉത്തരം കൊടുക്കുന്നത് അത് ആകാശത്തിന് ഉത്തരമാകും, ആകാശം ഭൂമിക്ക് ഉത്തരമാകും. സ്തോത്രം. ദൈവം കൊടുത്ത ഉത്തരമാണ് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു ആകാശത്തിൽ തടഞ്ഞത്. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ദാനിയേലിന്റെ പ്രാർത്ഥനയുടെ ഒന്നാമത്തെ ദിവസം ദൈവം ഉത്തരം കൊടുത്തയാ. പക്ഷേ ഹല്ലേലൂയ, ആ ഉത്തരം ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് ഇങ്ങനെ വരുമ്പോൾ പാഴ്സി രാജ്യത്തിന് പ്രഭു തടഞ്ഞു. പക്ഷേ ഭക്തൻ പ്രാർത്ഥന വിടാൻ തയ്യാറായില്ല. ഈ ഉപവാസ പ്രാർത്ഥന ഞാൻ ആത്മാവിൽ ദൂത് കൈമാറാം. ഇന്ന് പകൽക്കാലം ചില വിഷയത്തെ ഫോക്കസ് ചെയ്ത് നീ പ്രാർത്ഥിച്ചോ, പ്രാർത്ഥന വിടാൻ തയ്യാറാവരുത്. ഹല്ലേലൂയ. എങ്കിൽ ഹല്ലേലൂയ, ചില പാഴ്സി രാജ്യത്തിന് പ്രഭു തടഞ്ഞിരിക്കുന്നത് പോലെ ചില ദേശാധിപതികൾ നിന്റെ ഉത്തരങ്ങളെ
തടഞ്ഞിരിക്കുന്ന മേഖലകൾക്കകത്ത് ചില ഉത്തരങ്ങൾ ദൈവം നിനക്ക് വേണ്ടി റിലീസ് ചെയ്തിരിക്കുന്ന ചില ഉത്തരങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ കയ്യിൽ വരുന്ന ഒരു സീസൺ ആണെന്ന് യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവ് ശക്തമായിട്ട് ഇടപെടുക. വിശ്വസിച്ചു? എന്നോട് ശക്തമായിട്ട് കർത്താവ് പറയുന്നു. ചിലരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയ ചില ഉത്തരങ്ങൾ, ചിലരുടെ കയ്യിൽ നിന്ന് തട്ടിപ്പോയ ചില ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിന്റെ കയ്യിലേക്ക് തരാൻ പോവാ. നമ്മൾ പറയത്തില്ലയോ, ജസ്റ്റ് മിസ്സായിപ്പോയി. സ്തോത്രം. പിന്നെ നമ്മൾ അതിനെ ആശ്വസിക്കുന്ന കാര്യം എന്താണെന്നറിയോ? അത് ദൈവഹിതമല്ല. ഇന്ന് പകൽക്കാലം കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ചില ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലേക്ക് തിരിച്ചു കർത്താവ് തരാൻ പോവാ. എവിടൊക്കെയോ നിന്റെ കയ്യിൽ നഷ്ടപ്പെട്ടു പോയ ഉത്തരങ്ങൾ ശക്തമായിട്ട് എന്നോട് കർത്താവ് പറയുന്നു. ഇതിനകത്ത് ചിലരോട് ശക്തമായിട്ട് ദൈവാത്മാവ് പറയുന്നു. സ്തോത്രം. കർത്താവിനോട് ശക്തമായിട്ട് നാളുകളായി കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ ചില ഉത്തരങ്ങൾ, ദൈവത്തിന്റെ ചില ഉത്തരങ്ങൾ ഈ സീസണിൽ നിന്റെ കയ്യിൽ നഷ്ടപ്പെടത്തില്ല. നിന്റെ കയ്യിലോട്ട് തന്നെ ദൈവം തരാൻ പോകുക. എന്നോട് ശക്തമായിട്ട് കർത്താവ് പറയുന്നു, ഇതിനകത്തിൽ ചില വ്യക്തികൾ, എന്നെ കർത്താവ് വ്യക്തമായ ഒരു വെളിപ്പാട് കാണിക്കുന്നു, ഇതിനകത്തിൽ ചില വ്യക്തികൾ നാളുകളായി പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയൊക്കെ ചെയ്ത് പല ഉത്തരങ്ങൾ തുറന്നെടുക്കും. പക്ഷെ തുറന്നെടുക്കുന്ന ഉത്തരങ്ങൾ കയ്യിലോട്ട് സ്വീകരിക്കാൻ സമയമാകുമ്പോൾ കയ്യിൽ നിന്ന് തട്ടിക്കളയുന്ന, നമ്മൾ പറയത്തില്ലേ ജസ്റ്റ് മിസ് എന്നൊക്കെ പറയാം, തട്ടിക്കളയുന്നത് പോലെ തട്ടിക്കളയുന്ന ചില മേഖലകൾക്കകത്തില് ആയിരിക്കുന്ന ചിലരോട് പരിശുദ്ധമായി ശക്തമായിട്ട് പറയുന്നു, ഈ സീസൺ നിങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഉത്തരം നീ പ്രാപിച്ചോണം കേട്ടോ. ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ ഉത്തരം പ്രാപിക്കുന്ന സമയമാ. പ്രാപിച്ചോണം. ഇന്ന് പകലിൽ ചിലർക്ക് വേണ്ടി റീബന, ഷമന, റബല, പ്രബട, സൂസൻ, ഹല്ലേലൂയ, സിസ്റ്റർ വിശ്വസിച്ചു, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മിസ്സായി പോയ ചില ഉത്തരങ്ങൾ കയ്യിലോട്ട് വരുന്നൊരു സീസൺ. മിസ്സായി പോയ ചില ഉത്തരങ്ങൾ കയ്യിലോട്ട് വരുന്നൊരു സീസൺ. ഹല്ലേലൂയ. മിസ്സായി പോയ ഉത്തരങ്ങൾ കയ്യിലോട്ട് വരുന്നൊരു സീസൺ. ഹല്ലേലൂയ. സ്തോത്രം. വിശ്വസിച്ചു. സിമി മാത്യു വിശ്വസിച്ചു. മിസ്സായി പോയ ചില ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം കയ്യിലോട്ട് വരുന്നൊരു സീസൺ. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് കൊടുത്ത ചില ഉത്തരങ്ങൾ ഇന്ന് പകൽക്കാലം നീ പ്രതീക്ഷയോടെ കാത്തിരുന്നു. അത് നിന്റെ കയ്യിലോട്ട് വരികയാ. ഹല്ലേലൂയ. അത് ഹല്ലേലൂയ ഭൂമിയിൽ, ഹല്ലേലൂയ സ്തോത്രം, നിന്റെ കയ്യിലോട്ട് വരികയാ. ഭൂമിയിൽ ഹല്ലേലൂയ നിന്റെ ധാന്യത്തിനകത്തിലോട്ട്, നിന്റെ വിളവിനകത്തിലോട്ട്, നിന്റെ എണ്ണക്കകത്തിലോട്ട്, ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ ഇതിനകത്തിലോട്ട് എല്ലാം ഉത്തരം വരാൻ പോകുക. ഒന്നുകൂടെ പറഞ്ഞാൽ, നിന്റെ വീടിനകത്തില്, നിന്റെ തലമുറയുടെ മേലേക്ക്, നിന്റെ ആരോഗ്യത്തിന്റെ മേലേക്ക്, നിന്റെ ആയുസ്സിന്റെ മേലേക്ക്, നിന്റെ മിനിസ്ട്രിയുടെ മേലേക്ക്, നിന്റെ സമ്പത്തിന്റെ മേലേക്ക് ഈ പകൽക്കാലം ദൈവത്തിന്റെ ചില ഉത്തരങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരാൻ പോകുന്നു. വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ? ഹല്ലേലൂയ സ്തോത്രം. ചില ഫ്ലൈറ്റുകൾ റൺവേയിൽ ലാൻഡ് ചെയ്യുന്നത് പോലെ ഈ പകൽ നിങ്ങൾ പെർമിഷൻ കൊടുക്കുമ്പോൾ, നിങ്ങൾ അലൗ ചെയ്യുമ്പോൾ, ഇന്ന് പകൽ ഞാൻ പറയാം, ഒരു ഫ്ലൈറ്റ് ഹല്ലേലൂയ എയർപോർട്ടിൽ ഹല്ലേലൂയ റൺവേയിൽ ഇറങ്ങണമെങ്കിൽ ആ ഫ്ലൈറ്റിന് സ്വയമായിട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഹല്ലേലൂയ എയർപോർട്ടിൽ നിന്ന് ഒരു സിഗ്നൽ ലഭിക്കണം. അതുവരെ ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ചുറ്റി പറന്നുകൊണ്ടിരിക്കും. ഇന്ന് പകൽ ആത്മാവ് ശക്തമായ ഒരു ദൂത് കൈമാറുന്നു. ഇന്ന് പകൽക്കാലം നീ ഹല്ലേലൂയ ചില മേഖലകളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അലൗ ചെയ്യുമ്പോൾ, പെർമിഷൻ കൊടുക്കുമ്പോൾ, ഇന്ന് പകൽക്കാലം നിന്റെ ലൈഫിനകത്തിലേക്ക് ദൈവം നിനക്ക് വേണ്ടി റിലീസ് ചെയ്ത ഉത്തരങ്ങൾ ലാൻഡ് ചെയ്യുന്നു. സ്തോത്രം. ഹല്ലേലൂയ. യെസ് സ്തോത്രം. ദൈവാത്മ ശക്തമായിട്ട് പറഞ്ഞത് വസ്തു സംബന്ധമായ, ലാൻഡ് സംബന്ധമായി ചില ഉത്തരങ്ങൾ യേശുവിന്റെ നാമത്തിൽ ചിലർക്ക് വേണ്ടി ദൈവം റിലീസ് ചെയ്യുന്നു. അത് നിന്റെ കയ്യിലേക്ക് വരുന്നു. ഇന്ന് പകലില് ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ നഷ്ടപ്പെട്ടു പോയ ചില ഉത്തരങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനകളായി മടങ്ങി വരാൻ പോവാ. വിശ്വസിക്കാൻ പറ്റുന്നവർ വിശ്വസിച്ചു. നഷ്ടപ്പെട്ടു പോയ ചില ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യില് മടങ്ങി വരാൻ പോകുക. സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ.
സ്തോത്രം. റാമന സിയാരകൽ കെട്ടിയ നഷ്ടപ്പെട്ടു പോയ ചില ഉത്തരങ്ങൾ ഞാൻ ഇതിനകത്തുള്ള ഒരു വേഡ് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോകും. ഒരു വേഡ് ഇതിനകത്തുള്ള റിലീസ് ചെയ്യാൻ പോകും. കർത്താവിനോട് ശക്തമായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവാത്മാവിനോട് ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ, സ്തോത്രം. ഈ ഗർഭം അലസിപ്പോകുന്നത് പോലെ, സ്തോത്രം, അബോട്ടായി പോകുന്നത് പോലെ, ഹല്ലേലൂയ, സ്തോത്രം, പോകുന്ന ചില ശാരീരിക അവസ്ഥകൾക്കകത്ത് കിടക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചില വിടുതലിന്റെ കരങ്ങൾ ചലിക്കുന്നുവെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. ഹല്ലേലൂയ. ഈ പകൽ പ്രാർത്ഥിച്ചു. റമന സിയ രഗഷുടിയ നഗൽ കെട്ടിയ ചില മിസ്സായി പോകുന്ന മിസ്കാരിയിങ് യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ക്യാൻസൽ ആകുന്നു. റാമനാസിയാരകൾക്ക് ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ റീഖാമന ഷുഡിയാരകൾ കെട്ടിയ റാബൽപോട്. അങ്ങനെ ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോണം കേട്ടോ. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിനകത്തിലായിരിക്കും, നിങ്ങളുടെ തലമുറകളുടെ ലൈഫിലായിരിക്കും. യേശുവിന്റെ നാമത്തിൽ ചില മിസ്കാരിയങ്ങളെ യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചിലർക്ക് ഈ സീസണിൽ തലമുറകളെ ദൈവം കൊടുക്കാൻ പോകുക. ചിലർക്ക് ഈ സീസണിൽ ദൈവം തലമുറകളെ കൊടുക്കാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നു. ഹല്ലേലൂയ. ദൈവം നൽകിയ ചില ഉത്തരങ്ങളെ തട്ടിക്കളയുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കാര്യം അനുകൂലമായിട്ട് ഇറങ്ങി വരുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നു. വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. പ്രതീക്ഷിക്കാത്ത ഉത്തരങ്ങൾ. ഹല്ലേലൂയ, സ്തോത്രം. നിനക്ക് വേണ്ടി ഈ സീസണിനകത്തിൽ ദൈവത്തിന്റെ ആത്മാവ് റിലീസ് ചെയ്യാം. ഞാൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ചിലർക്ക് വേണ്ടി ചില നറുക്കുകൾ വീഴുകയാ. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, സെക്കരിയാവേ, ഹല്ലേലൂയ, നിനക്കൊരു നറുക്കിപ്പോൾ, ഹല്ലേലൂയ, എന്തിനാ നിനക്കൊരു നറുക്കിപ്പോ വീഴുന്നെന്നറിയോ? ഹല്ലേലൂയ, സ്തോത്രം. അത് നോർമൽ ആണെന്ന് എല്ലാവരും ചിന്തിക്കുക. പക്ഷെ നോർമൽ അല്ല. നിന്റെ ചില ഉത്തരങ്ങളെ ദൈവം പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുക. ഈ ഉത്തരങ്ങളെ ഒന്നുകൂടെ കർത്താവ്, ഞാൻ ഇത് പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, ചിലരുടെ ഉത്തരങ്ങളെ ദൈവം പ്രിപ്പയർ ചെയ്ത് സ്വർഗത്തിൽ വെച്ചിരിക്കുക. അത് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ചില അപ്പോയിന്റ്മെന്റ് ഓർഡറുകളായി, ഹല്ലേലൂയ, സ്തോത്രം, ചില അനുകൂല മറുപടികളായി ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിന്റെ കയ്യിലോട്ട് തരാൻ പോകുക. യെസ്, ചില പേപ്പറുമായി ബന്ധപ്പെട്ട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ദൈവാത്മാവിനോട് ഇങ്ങനെ പറയാൻ പറയുന്നു, അത് ചില അപ്പോയിന്റ്മെന്റ് ഓർഡറുകളായി, ചില അനുകൂലമാകുന്ന ചില പേപ്പറുകളായി അത് നിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നത് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അതിനുവേണ്ടി ചില നറുക്കുകൾ, സ്തോത്രം, ചില പ്രാർത്ഥനകളുടെ മറുപടിക്ക് വേണ്ടി ചില നറുക്ക് വീഴാൻ പോവുക. ചില സെലക്ഷൻസ് വീഴാൻ പോവുക. ചില സെലക്ഷൻസ് സ്തോത്രം, ചില സെലക്ഷൻസ് യേശുവിന്റെ നാമത്തിൽ റാഖാമാനാസിയ കർത്താവിനോട് പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ചില ഭാവിയോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യക്തികൾക്ക് വേണ്ടി ഈ ഡിസംബറിൽ ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. വിശ്വസിച്ചോ? ഈ ഡിസംബർ മാസം ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. വിശ്വസിച്ചോ? ചില വഴികൾ, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില വഴികളെ ദൈവം തുറക്കാൻ പോവുകയാണ്. സ്തോത്രം. ഞാനൊരു ടെസ്റ്റിമണി പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കഴിഞ്ഞ എനിക്കൊന്നു ഒരു 2 മാസത്തിന് മുമ്പ്, കഷ്ടിച്ച് 2 മാസം ആവുന്നുള്ളൂ. സ്തോത്രം. 2 മാസത്തിന് മുമ്പേ, 2 മാസം ആകുന്നില്ല, അതിനു മുമ്പേ ഞങ്ങൾ ഒരു ക്യാമ്പിൽ വിസിറ്റിനായിട്ട് ചെല്ലുമ്പോൾ ഒരു സഹോദരൻ, ആ സഹോദരൻ സ്തോത്രം അബുദാബി വെച്ച് സ്നാനപ്പെട്ടതൊക്കെയാണ്. പക്ഷെ സ്തോത്രം, താന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് പുള്ളിയെ പല പ്രാവശ്യം മീറ്റിങ്ങിനായിട്ടൊക്കെ വിളിച്ചു. പുള്ളി വരുത്തില്ല. പുള്ളി ഇങ്ങനെ ഉഴപ്പി അടിച്ച് ഇങ്ങനെ മാറി ഇങ്ങനെ നടക്കുക. ഏകദേശം ഒരു 2 വർഷത്തിന് മേളിലായി താൻ ഇങ്ങനെ ഉഴപ്പി അടിച്ച് ഇങ്ങനെ മാറി നടക്കുക. താൻ അന്നേരം ഒരു കമ്പനി വർക്ക് ചെയ്യുക, ഏകദേശം 4-5 വർഷമായിട്ട് വർക്ക് ചെയ്യുക. ഒരു വഴിയും തുറക്കാതെ താൻ ഇങ്ങനെ ഭാരപ്പെട്ട് നിൽക്കുക. ഇങ്ങനെ ഉഴപ്പി അടിച്ച് നമ്മളെക്കാൾ ഇങ്ങനെ മാറി നടക്കുക. ഞാൻ പറഞ്ഞു, 1 മാസത്തിന് മുമ്പേ, ഏകദേശം 1.5 മാസത്തിന് മുമ്പേ ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം നാട്ടിൽ പോയിട്ട് പെട്ടെന്ന് വന്നു. താൻ നാട്ടിൽ പോയിട്ട് വന്ന സമയത്ത് താൻ ഒത്തിരി വിഷയങ്ങൾക്കകത്തിൽ ഭാരത്തിലാണ്. പെട്ടെന്ന് അവിടെ എൻ്റെ ഒരു സ്നേഹിതനാണ്, അവിടുത്തെ ഒരു ക്യാമ്പസ്, അദ്ദേഹത്തോട്ട് സംസാരിച്ച റൂമിനകത്തിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഈ സഹോദരൻ വന്ന് ഡോർ തുറന്നകത്തോട്ട് കയറി. സ്തോത്രം. പെട്ടെന്ന് നമ്മളെ കണ്ടിട്ട് ഹല്ലേലൂയ, സ്തോത്രം, ആ പാസ്റ്റർ എന്തുകൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് സ്തോത്രം ഇറങ്ങിപ്പോയി. അടുത്ത ദിവസങ്ങളിൽ ഹല്ലേലൂയ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എനിക്കൊരു കാര്യം വ്യക്തിപരമായിട്ട് സംസാരിക്കാനുണ്ട്, സ്തോത്രം, ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാമെന്ന് പറഞ്ഞു. സ്തോത്രം. കണ്ട് അദ്ദേഹത്തോട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ലൈഫിനകത്തിൽ കുറെ ട്രാജഡികളുണ്ട്, അത് ഞാൻ തൊടുന്നില്ല. പക്ഷെ താൻ ഇങ്ങനെ പറഞ്ഞു, പാസ്റ്ററെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു ജോലി മാറ്റം സംഭവിച്ചേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ 7 വർഷമായിട്ട് ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 7 വർഷമായിട്ട് സ്തോത്രം
ഞാൻ ഒത്തിരി ശ്രമിച്ചു, ഒരു മാറ്റമില്ല. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഒരു അത്ഭുതം നടന്ന് എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യണം കർത്താവ്. കാര്യം എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല, അതേപോലത്തെ ഒരു അവസ്ഥയില്ല. ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. സ്തോത്രം. ഞങ്ങൾ ആ വഴിയിൽ നിന്ന് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. സ്തോത്രം. രണ്ട് കാര്യങ്ങൾ അവിടെ നടന്നു. ഒന്ന്, തൻ്റെ ഭാരം താൻ കൈമാറാൻ തയ്യാറായി. ദൈവസന്നിധിയിലേക്ക് താൻ കൈമാറാൻ കൊണ്ടു നടന്നില്ല, കൈമാറാൻ തയ്യാറായി. സ്തോത്രം. ഇത് ഞാൻ പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ സ്തോത്രം വിശ്വാസത്തിൽ ഭയങ്കര ആഴത്തിലും തീഷ്ണതയിലും നിൽക്കുന്ന ഒരു സഹോദരൻ്റെ കീഴിൽ അവൻ ചർച്ചിലും വരത്തില്ല, ഒന്നും വരത്തില്ല, അവൻ ഇങ്ങനെ ഉഴപ്പിടിച്ച് നടക്കുക. ഞാൻ അവനോട് സംസാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു, നിന്റെ ഹൃദയത്തിൽ കുറെ ഭാരങ്ങൾ കിടക്കുന്നുണ്ട്, കുറെ വിഷയങ്ങളുണ്ട്, നീ എന്നോട് പറ, നീ എന്നോട് സംസാരിക്കുക. സ്തോത്രം. എനിക്ക് മനസ്സിലായി നിനക്ക് ചില വിഷയങ്ങളുണ്ട്, നീ എന്നോട് പറ, നീ ഷെയർ ചെയ്യ്, ഞാൻ പേഴ്സണലി നീ ഷെയർ ചെയ്യ്, ഞാൻ പ്രാർത്ഥിക്കാൻ നിനക്ക് വേണ്ടി, നീ പറ. അവനോട് ഞാനിത് പറഞ്ഞു എനിക്ക് വിഷയമൊന്നുമില്ല, എനിക്ക് വിഷയമൊന്നുമില്ല. ഞാൻ പറഞ്ഞു വിഷയമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സ്തോത്രം. നീ കൈവച്ചോ, വിഷയം കൈവച്ചോ. സ്തോത്രം. അല്ലേ, ഇന്ന് നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? സ്തോത്രം. ഇതൊരു സ്ട്രാറ്റജിയാ പിശാചിന്റെ. എന്തോന്ന് പിടികിട്ടിയോ? ചില മേഖലകൾ നമ്മുടെ ഹൃദയത്തെ കഠിനപ്പെടുത്തിയിട്ട് ആരോടെങ്കിലും ഒക്കെ ഉള്ള വാശിയായിരിക്കും. ഒരു പക്ഷേ സ്തോത്രം ഏതെങ്കിലും ദൈവദാസന്മാരുള്ള വാശിയായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ. ഞാൻ ഒരു സംഭവം കൂടെ പറയാം കേട്ടോ, ഞാൻ ഒരു സംഭവം കൂടെ പറയാം. സ്തോത്രം. ഞാൻ ഈ ദിവസങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവമക്കളെ, കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം. എനിക്കറിയത്തില്ല എന്താ കർത്താവിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്. സ്തോത്രം. ഞങ്ങളുടെ ചർച്ചിൽ ഒരു സിസ്റ്റർ ഉണ്ട്. ആ സിസ്റ്റർ സ്തോത്രം തന്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം. അവർ ശരിക്കും ഡൈവേഴ്സ്ഡ് ആണ്. സ്തോത്രം. ഡൈവേഴ്സ്ഡ് ആകുന്ന ഒത്തിരി കാരണങ്ങളുണ്ട്. പക്ഷേ അവർ ഭയങ്കര മാനസികമായിട്ടുള്ള വേദനയുമായിട്ട് കടന്നു, ഒന്നുകൂടെ പറഞ്ഞ മുറിവുമായിട്ട് കടന്നു. അപ്പൊ ഈ പുള്ളിക്കാരത്തെ കൊണ്ട് പെടുത്തിയതാണെന്നാണ് അവർ എന്നോട് പറഞ്ഞൊരു വിഷയം. അവര് സ്തോത്രം ചെറിയ പെങ്കൊച്ചൊന്നും അല്ല കേട്ടോ, അല്ലേ സ്തോത്രം. 40-45 വയസ്സുള്ള ഒരു സഹോദരിയാ. സ്തോത്രം. അവരിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഡൈവേഴ്സ് ആണെന്നൊക്കെ അറിയുന്നത്, നമ്മുടെ ചർച്ചയിൽ വരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് അവർക്ക് ഭയങ്കര മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളോ, പക്ഷെ യഥാർത്ഥത്തിൽ ഒരു രോഗവും ഇല്ല. സ്തോത്രം. പക്ഷെ ഇവരുടെ ഹൃദയത്തിൽ കിടക്കുന്ന അവരെ പെടുത്തിക്കളഞ്ഞ പാസ്റ്റിനോടുള്ള കയ്പും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് തിളച്ചു പൊങ്ങുകയാണ്. പക്ഷെ ഇതിനെ പിശാച് അങ്ങോട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. നാളുകൾ ഇതിവിടെ വെച്ചോണ്ടിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസത്തെ 2 ദിവസത്തെ അല്ല. അവർക്ക് ഇന്ന് +2 പഠിക്കുന്ന ഒരു മകളുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? സ്തോത്രം. ഏകദേശം ഒരു 4-5 വർഷമായി ഡൈവേഴ്സ്ഡ് ആയിട്ട്. പക്ഷെ കല്യാണം കഴിപ്പിച്ച സമയത്ത് സ്തോത്രം ഒരു പാസ്റ്റർ കൊണ്ട് പെടുത്തിയതെന്ന് അവരെന്നോട് പറഞ്ഞത്. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ സ്വന്തം പാസ്റ്റർ. സ്തോത്രം. മനഃപൂർവ്വമായിട്ട് ചെയ്ത പാസ്റ്റർ എന്ന് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ഈ കയ്പ് ഇവരുടെ ഹൃദയത്തിൽ കിടക്കി, ഈ പാസ്റ്ററുള്ള കയ്പ് ഇവരുടെ ഹൃദയത്തിൽ കിടക്കുക. അങ്ങനെ പണി കൊടുത്തായിരിക്കും, എനിക്കറിയത്തില്ല, എന്തു ആയിക്കോട്ടെ. പക്ഷേ അനുഭവിക്കുന്ന ആരാ? പുള്ളിയുടെ വാട് നോക്കിപ്പോയി. അനുഭവിക്കുന്നത് ആരാ? ഇവര് ശാരീരിക വ്യത അനുഭവിക്കുക. ഞങ്ങളുടെ കഴിഞ്ഞ ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്തില് സ്തോത്രം ദൈവാത്മാവ് പറഞ്ഞ ദൂത് വീണ്ടും ഇവരോട് ആവർത്തിച്ചു. അവൻ പറഞ്ഞു, അവര് എന്റെ കൂടെ വന്ന ദൈവാസനോട് പറഞ്ഞു. സ്തോത്രം. ഞാൻ വിചാരിച്ചു നീ ആ ദൈവാസം പ്രാർത്ഥിക്കട്ടെ. സ്തോത്രം. അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം അവരോട് അങ്ങോട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല കയ്പുണ്ടോന്ന്? അതേ ഉള്ളു പാസ്റ്റർ എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. ഇത് പിശാചിന്റെ ഒരു സ്ട്രാറ്റജി. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു പദം അദ്ദേഹത്തിന്റെ പേടായിട്ട് ഞാൻ കടമെടുത്ത് പറയാം. എന്റെ സിസ്റ്ററെ, സ്തോത്രം. ഹല്ലേലൂയ. വെല്ലോനും കാണിച്ചെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ അറ്റാക്ക് വരുന്നെന്ന് എന്തിനാ ചാവുന്നത്? സ്തോത്രം. നിങ്ങളത് വിട്. പിടികിട്ടിയോ? വെല്ലോനും നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ കാണിച്ചെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അത് വിട്. ഇന്ന് പകൽക്കാലം ദൈവം നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയത് ചെയ്യാൻ ആഗ്രഹിക്കുക. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഏതൊക്കെയോ മേഖലകൾ ജീവിതത്തിനകത്തിൽ കയ്പിന്റെ അനുഭവങ്ങൾ കൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ട്, അത് മുഖാന്തരം നിന്റെ വഴികൾ അടയപ്പെട്ട് കിടക്കുന്ന ചില മേഖലകളുണ്ടോ? ഇന്ന് പകൽക്കാലം ദൈവം പറയും, നീ അത് വിട്. ഹല്ലേലൂയ. വലുതും വിശാലവുമായ ചില വാതിലുകളെ ദൈവം നിനക്ക് വേണ്ടി തുറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തനാ. ഞാനിത് പറയുമ്പോൾ മുമ്പേ നിങ്ങളോട് പറയണമെന്ന് ചിന്തിച്ചൊരു വേട് കർത്താവിന്റെ ഹൃദയത്തിലേക്ക് പിന്നെയും കയറ്റിക്കൊണ്ട് വരുന്നു. ഈ യോസഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിയിട്ടത് ആരാ? സഹോദരന്മാരല്ലയോ? സ്തോത്രം. ഈ പൊട്ടക്കിണറ്റി കിടക്കുമ്പോൾ യോസഫ് മേളിലോട്ട് നോക്കുമ്പോൾ, എടാ, ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച എന്റെ സഹോദരന്മാര് എന്നോട് ഇത് കാണിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ യോസഫിന് തലയും തല്ലി ആ പൊട്ടക്കിണറ്റി കിടന്ന് ചാകാം. പിടികിട്ടിയോ നിങ്ങൾക്ക്? ഓരോന്നിനോടുള്ള കയ്പ്. എടാ, യുവന്മാർ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ. എടാ, ഇവന്മാരെ ഹല്ലേലൂയ, ഇവൻ എന്നോട് ഇങ്ങനെ കാണിച്ചല്ലോ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഇങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞിട്ട് അവനോടുള്ള കലിപ്പും കൊണ്ട് ശത്രു പറയും, തലയിടിക്കടാ. സ്തോത്രം. ഒരേ കല്ലിൽ ഇടിച്ച് അടുത്ത കല്ലിൽ ഇടിച്ച് അവിടെ കിടന്ന് ചാവാം. പക്ഷേ
യോസഫ് പറയും, ഹല്ലേലൂയ, ഞാൻ ഇവിടെ തലയിടിച്ച് ചാവാനുള്ളവനല്ല, എന്നോട് വാഗ്ദത്തം പറഞ്ഞൊരു ദൈവമുണ്ട്. സ്തോത്രം. ഇവന്മാരൊക്കെ എന്റെ മുമ്പിൽ മുട്ടുമടക്കുമെന്ന്, ഹല്ലേലൂയ, എന്നോട് വാഗ്ദത്തം പറഞ്ഞൊരു ദൈവമുണ്ട്. ഈ പൊട്ടക്കിണറ്റിൽ നിന്ന് ഇവന്മാരെന്നെ ഇട്ടെങ്കിലും ഇവിടുന്ന് വലിച്ചു കയറ്റാൻ കഴിയുന്ന ഒരു ദൈവം എന്നോട് വാഗ്ദത്തം പറഞ്ഞ ദൈവം. അവൻ ഈ പ്രതിസന്ധി എന്നെ വലിച്ചു കയറ്റും. ഈ അച്ചാച്ചന്മാരല്ല എന്റെ കാര്യം തീരുമാനിക്കുന്നത്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, നിന്നെ ചില പ്രതിസന്ധികൾക്കകത്ത് തള്ളിയിട്ട് ഹല്ലേലൂയ, നിന്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കുന്ന ചിലരോട് ദൈവാത്മാവ് ഇന്ന് പകൽക്കാലം നിന്നോട് പറയുന്നു, നിന്റെ ആറ്റിറ്റ്യൂഡ് മാറ്റിയിട്ട് നീ പറ, എന്നോട് വാഗ്ദത്തം പറഞ്ഞ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ആ ദൈവം എന്റെ സാഹചര്യങ്ങളെ തിരിപ്പിച്ച് ഹല്ലേലൂയ എന്നെ മുട്ടുമടക്കിപ്പിക്കുമെന്ന് പറഞ്ഞവർ എന്റെ മുമ്പിൽ മുട്ടുമടക്കത്തക്ക നിലവാർത്ത് എന്റെ സാഹചര്യങ്ങളെ തിരിപ്പിക്കുന്ന ഒരു ദൈവം ഇന്ന് പകൽക്കാലം ഇതിന്റെ നടുവിലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. ചിലതിന്റെ സ്റ്റാറ്റസ് ഇന്ന് പകൽക്കാലം ദൈവം ചേഞ്ച് ചെയ്യാൻ പോകും കേട്ടോ. ചിലതിന്റെ സ്റ്റാറ്റസ് ഇന്ന് പകൽക്കാലം ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുക. ഈ പകൽ വിശ്വസിച്ചു, ചിലതിന്റെ സ്റ്റാറ്റസുകളെ ഇന്ന് പകൽക്കാലം ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുക. ഞാൻ ഒരു ദൂതൂടെ കൈമാറാം. അല്ലേ, ഞാൻ പറഞ്ഞല്ലോ, ഈ യോസഫിന്റെ വിഷയം ഞാൻ സംസാരിക്കാനേ വന്ന വിഷയമല്ല. പക്ഷെ ഇന്ന് പകല് ആരോടോ ദൈവാത്മാവ് ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ യോസഫ് ഫറവോന്റെ കൊട്ടാരത്തിൽ പോയി അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് മൊത്തം മാറിയപ്പോഴുണ്ടല്ലോ, ഹല്ലേലൂയ, സ്തോത്രം, മിസ്രൈമിൽ ആഹാരം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഈ അച്ചാച്ചന്മാരെല്ലാം അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കിന് സ്തോത്രം, യോസഫിന്റെ മുമ്പിൽ നിന്നിട്ട് ഇവർക്കാർക്കെങ്കിലും യോസഫിനെ പിടികിട്ടിയോ? നിങ്ങൾ പറ. സ്തോത്രം. എന്റെ നിമ്മി സിസ്റ്റർ ഒന്ന് പറ, അല്ല എന്റെ അച്ഛൻ ഒന്ന് പറ, ഇവർക്കാർക്കെങ്കിലും യോസഫിനെ പിടികിട്ടിയോ? പിടികിട്ടിയില്ല. പക്ഷെ യോസഫിന് ഇവന്മാരെ പിടികിട്ടി എന്ന് പറഞ്ഞ ഒരു ദൂത് പറയാൻ വരികയാ. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ സ്റ്റാറ്റസ് ദൈവം മാറ്റി കഴിയുമ്പോൾ, ഇന്നലകളിൽ നിന്നെ ഉപദ്രവിച്ചവന് നിന്നെ പിടികിട്ടാത്തതുപോലെ, യെസ്, പിടികിട്ടിയോ ഇന്ന് പകൽക്കാലം? ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ സ്റ്റാറ്റസുകളെ ദൈവം മാറ്റും. ഹല്ലേലൂയ. ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയുന്നവർ വിശ്വസിച്ചോ. ഇന്നലകളിൽ നിന്റെ അവസ്ഥകൾ നോക്കി നിന്നെ ചവിട്ടി തേച്ചവരുടെ മുമ്പിൽ ദൈവം നിന്റെ സ്റ്റാറ്റസുകൾ മാറ്റി കഴിയുമ്പോൾ അവർക്ക് നിന്നെ ഇന്ന് പിടികിട്ടത്തില്ല. അതേ ലെവലുകൾക്കകത്ത് ദൈവം നിന്നെ ഉയർത്തി മാനിക്കുന്ന ഒരു ലെവലുകൾ ഈ പകൽക്കാലം ചിലർക്ക് വേണ്ടി ആത്മാവ് തുറക്കുന്നെന്ന്. ഓ, സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. കുറച്ച് കഴിയുമ്പോൾ ഹല്ലേലൂയ നീ നിന്നെ തന്നെ പരിചയപ്പെടുത്തുമ്പോൾ അവൻ അമ്പരന്നു പോകും, അവൻ അത്ഭുതപ്പെട്ടു പോകും. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ആരോടൊക്കെയോ ദൈവാത്മാവ് ശക്തമായിട്ട് ദൂതിടപെടുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ചില സാഹചര്യങ്ങൾ നോക്കി ഹല്ലേലൂയ നിനക്ക് മാർക്കിട്ട്, നിനക്ക് വിധിയിട്ട് ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ ലൈഫിനെ ഹല്ലേലൂയ ഒതുക്കി വെച്ച ചിലരുടെ മുമ്പിൽ ഇന്ന് പകൽ നീ വിശ്വാസത്തോടെ വിളിച്ചു പറ, എന്റെ സ്റ്റാറ്റസുകളെ ചേഞ്ച് ചെയ്യുന്ന ഒരു ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. അവരുടെ മുൻപാകെ ഒന്നുകൂടെ പറഞ്ഞ ശത്രുക്കൾ കാണുക എനിക്ക് വിരുന്നൊരുക്കുന്ന ദൈവം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4-ാം പകൽക്കാർ ആരൊക്കെയോ നോക്കി ആത്മാവ് ശക്തമായിട്ട് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് നിന്റെ സ്റ്റാറ്റസുകളെ ഇന്ന് പകൽ ആത്മാവ് ചേഞ്ച് ചെയ്യുന്നു. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ നാമത്തില് ഈ പകൽ ചിലർ സ്റ്റാറ്റസ് മാറുന്നു. എന്നോട് ഭയങ്കരമായിട്ട് ദൈവം പറയുന്നു, സ്റ്റാറ്റസുകൾ മാറുന്നു, സ്റ്റാറ്റസുകൾ മാറുന്നു. ഓ, സ്തോത്രം. അഭിഷേകം ചില സ്റ്റാറ്റസുകൾ ഇന്ന് പകൽക്കാലം ചേഞ്ച് ചെയ്യാം. ഈ ഉപവാസ പ്രാർത്ഥന നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് പകൽ നിങ്ങൾ കുറിച്ചു വെച്ചു, ഈ ഉപവാസ പ്രാർത്ഥന നിന്റെ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പോകുക. അല്ലെ, ഈ 4-ാമത്തെ ദിവസം ഈ പ്രഭാതത്തിൽ ഈ ദൈവ സന്ദേശത്തെ, ഈ ദൈവിക ആലോചന നീ വിശ്വസിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ സ്റ്റാറ്റസുകൾ ഒന്നുകൂടെ ഇങ്ങനെ കർത്താവിനോട് പറയാൻ പറയുന്നു. നിന്റെ അപ്പാപ്പൻ കാണുക, നിന്റെ ഉപ്പാപ്പൻ കാണുക, നിന്റെ സഹോദരങ്ങൾ കാണുക. ഹല്ലേലൂയ. നിന്റെ സ്റ്റാറ്റസുകൾ അവർ നിനക്ക് അതിരിട്ടു. ഹല്ലേലൂയ, സ്തോത്രം. പക്ഷേ അവരിട്ട അതിരുകൾ മുൻപാകെ നിന്റെ സ്റ്റാറ്റസിനെ ദൈവം ചേഞ്ച് ചെയ്യാൻ പോകുക. അല്ലേ, നിന്റെ വീട്ടുകാർ നിനക്ക് അതിരിട്ടു, നിന്റെ നാട്ടുകാർ നിനക്ക് അതിരിട്ടു, നിന്റെ ബന്ധുമിത്രാദികൾ നിനക്ക് അതിരിട്ടു. പക്ഷേ അവർ കാണുക നിന്റെ അതിരുകളെ വിശാലമാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ദൈവാത്മാവ് ചെയ്യാൻ പോകുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. നിന്നെ നിന്ദിച്ചവരോട് ഉത്തരം പറയാൻ നിന്നെ പ്രാപ്തനാക്കുന്ന ഒരു ദൈവം എന്ന പകൽക്കാലം എന്റെ നടുവിൽ വന്നിട്ടുണ്ട് കേട്ടോ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഒന്നുകൂടെ ഞാൻ പറയാം, നിന്നെ നിന്ദിക്കാൻ ശത്രുവിന്റെ കരങ്ങളിൽ ലഭിച്ച ചില ആയുധങ്ങളെ ഇന്ന് പകൽക്കാലം ദൈവം ഒടിച്ചു കളയാൻ പോകുക. ദൈവം ഒടിച്ചു കളയാൻ പോകുക.
വിശ്വസിച്ച് ചിലരുടെ ശക്തമായ ദൈവം തൂതിടപെടുന്നു. നിന്നെ നിന്ദിക്കാൻ ശത്രുവിന്റെ കയ്യിൽ ലഭിക്കപ്പെട്ട ചില ആയുധങ്ങളെ ദൈവാത്മാവ് ഒടിച്ചു കളയാൻ പോയി. ഒന്നുകൂടെ പറയാം. നിന്നെ നിന്ദിക്കാൻ കഴിഞ്ഞ രാത്രി ദൈവാത്മാവിനോട് ഇടപെട്ടതാണ്. നിന്നെ നിന്ദിക്കാൻ എസ്കേലിനകത്ത് കിടപ്പുണ്ട്. നിന്നെ നിന്ദിക്കാൻ സ്തോത്രം ചിലരുടെ വായിൽ ലഭിച്ച ചില വേടുകളെ ദൈവം അവസാനിപ്പിക്കാൻ പോവുക കേട്ടോ. ദൈവം അവസാനിപ്പിക്കാൻ പോവുക. ചിലരുടെ വായിൽ നീ ഒരു നിന്ദാവിഷയമായി. ഒന്നുകൂടെ പറഞ്ഞ നിന്റെ ലൈഫിന്റെ നിന്റെ വീടിന്റെ ചില കാര്യങ്ങൾ ചിലർ പറഞ്ഞ് സന്തോഷിക്കാൻ തക്കണ നീ നിന്ദാവിഷയമായി ചിലരുടെ വായിക്കകത്ത് കിടക്കുക. സ്തോത്രം. പക്ഷെ ഇന്ന് പകൽക്കാലം ആ നിന്ദകളെ ദൈവം അവസാനിപ്പിക്കാൻ പോകും കേട്ടോ. അതേ വാ കൊണ്ട് ദൈവം ചിലതിനെ മാറ്റി പറയിപ്പിക്കാൻ പോകും. ദൈവം നിന്റെ സ്ഥിതി മാറ്റിക്കഴിയുമ്പോൾ അതേ വാ കൊണ്ട് തന്നെ ദൈവം ചിലത് മാറ്റി പറയിപ്പിക്കാൻ പോകുക. ഈ ഉപവാസ പ്രാർത്ഥനയിൽ ചിലതിന്റെ വായിക്കകത്തിൽ ഹല്ലേലൂയ നിന്നെക്കുറിച്ചുള്ള വാക്കുകൾ കിടക്കുക, നിന്നയുടെ വാക്ക് കിടക്കുക, ദൈവം അത് ചേഞ്ച് ചെയ്യുന്നു. യെസ്, ലിസി ജോൺ ബാംഗ്ലൂർ സിസ്റ്റർ വിശ്വസിച്ചു ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ റാമ നഷദിയ സോദരം ദൈവം ചിലത് ചേഞ്ച് ചെയ്യുക കേട്ടോ. ദൈവം ചിലത് ചേഞ്ച് ചെയ്യുക. സ്റ്റാറ്റസുകളെ ദൈവം ചേഞ്ച് ചെയ്യുക. വീടിനകത്തിലെ ചില അവസ്ഥകളെ ദൈവം ചേഞ്ച് ചെയ്യുക. ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ ഉറാമാന ശബ്ദലാദികൾ കെട്ടി പ്രവിടകന സിയാരകൾ കെട്ടിയ സ്തോത്രം. ചില മേഘങ്ങൾ മാറുന്നു കേട്ടോ. ചില മേഘങ്ങൾ മാറുന്നു, വെളിച്ചം വരുന്നത് പോലെ. ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററെ, നിങ്ങളുടെ ലൈഫിനകത്ത് ചില കാർമേഘങ്ങൾ പോലെ ഇരുണ്ട് കിടക്കുന്ന, വെളിച്ചം ഒട്ടും വരാൻ സാധ്യതയില്ലാതെ കിടക്കുന്ന കർത്താവിനെ അങ്ങനെ ഒരു വെളിപ്പാട് കാണിക്കുന്നു. കാർമേഘം പോലെ അല്ലെങ്കിൽ ഒരു മേഘം കാറ്റടിച്ചു മാറുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുന്നു ഇപ്പോൾ വെളിച്ചം വരും, പക്ഷേ അടുത്തതും വരുന്നത് കാർമേഘമാ. അടുത്തതും വരും. പ്രതീക്ഷയോടെ ചില നോക്കുന്ന ചില മേഖലകൾക്ക് കാർമേഘം മാറിയിട്ട് ഒരു തെളിച്ചം കാണാതിരിക്കുന്നത് പോലെ ഈ പകൽ ദൈവാത്മാവ് ശക്തമായിട്ട് പറയുന്നു, പുറകെ വരുന്ന പല കാർമേഘങ്ങൾ ഇന്ന് പകൽ കർത്താവ് പറയുന്നു. അല്ലെ, ഞാൻ വ്യക്തമായിട്ട് അങ്ങോട്ട് ഒരു കാഴ്ച കാണുന്നു സിസ്റ്ററെ. പുറകെ ചില കാർമേഘങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ കാർമേഘം മാറിയെങ്കിൽ മാത്രം വെളിച്ചം വ്യാപരിക്കത്തുള്ളൂ. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. കാർമേഘം ഒന്നിന് പുറകെ ഒന്നായിട്ട് വരുന്നത് പോലെ ചില മേഖലകൾക്കകത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഒന്നി പെയ്തു തോരണം, പെയ്തത് മാറണം, അല്ലെങ്കിൽ കാറ്റടിച്ചു മാറണം. ഇത് രണ്ടും നടക്കുന്നില്ല. സ്തോത്രം. കർത്താവ് പറഞ്ഞു ഇന്ന് പകൽ പ്രാർത്ഥിച്ചു. ചിലതിനെ ദൂതന്മാർ ഇറങ്ങി. എന്നെ അങ്ങനെ കർത്താവ് ഒരു കാഴ്ച കാണിക്കുന്നത്. ചിലതിനെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാൻ തയ്യാറാണ്, ദൂതന്മാരിറങ്ങി കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച. അങ്ങനെയൊക്കെ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല. കർത്താവിനെ കാണിക്കുന്ന ഒരു കാഴ്ച, ദൂതന്റെ കയ്യിലിരിക്കുന്ന ഒരു വാളോ കുന്തമോ എന്തോ ഒരു വസ്തു. സ്തോത്രം. ആ മേഘത്തിന്റെ നടുവിൽ കുത്തിയിട്ട് അതിനെ രണ്ട് സൈലങ്ങളിലേക്ക് മാറ്റിയിട്ട് അതിന്റെ നടുവിൽ നിന്ന് ചില വെളിച്ചം ഇറങ്ങി വരുന്നത് പോലെ. സ്തോത്രം. ഹല്ലേലൂയ. ചില വെളിച്ചം ചില വിഷയങ്ങൾക്കകത്തിൽ ഇന്ന് പകൽക്കാലം ഇറക്കി തരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ചില വെളിച്ചം ഇറങ്ങി വരാൻ സമ്മതിക്കത്തില്ലെന്ന് പറഞ്ഞ് വാദിച്ചുകൊണ്ട് നിൽക്കുന്ന ചില മേഖല. സ്തോത്രം. ഹല്ലേലൂയ. അത് ഇന്ന് പകൽക്കാലം ഭയങ്കര വിടുതലാക്കി ദൈവാത്മാവ് തീർക്കാൻ പോകുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു കേട്ടോ. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു. ഈ ഉപവാസ പ്രാർത്ഥനയിൽ സ്തോത്രം ഒരു വിടുതലാക്കി ദൈവം മാറ്റാൻ പോകും. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിന്റെ ഏഞ്ചൽസ് ഇറങ്ങി, ദൂതന്മാർക്ക് ചിലത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഈ ജീവിതത്തിന്റെ ഏതൊക്കെയോ മേഖലകൾക്കകത്ത് ദൈവാത്മാവ് ചില വിടുതലുകളെ ഇന്ന് പകൽക്കാലം ചെയ്യുന്നെന്ന് ആത്മാവിനോട് ശക്തമായിട്ട് ഇടപെടുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ചില കരം ചിലർക്ക് വേണ്ടി അനുകൂലമായി ചില മേഖലകളിൽ ചലിക്കുക. പ്രതികൂലമായി നിന്ന ദൈവത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം, പ്രതികൂലമായി നിന്ന ഹല്ലേലൂയ ചില മേഖലകളിൽ ദൈവത്തിന്റെ അനുകൂലതയുടെ കരം പ്രാർത്ഥനയുടെ ഉത്തരമായി ഇന്ന് പകൽക്കാലം മാറാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ഒന്നുകൂടെ പറഞ്ഞ ചിലരുടെ മാറയുടെ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ മാറുവാൻ പോകുന്നു. ചില മാറയുടെ അനുഭവങ്ങൾ, നാളുകളായി ചുമന്നുകൊണ്ട് നടന്ന ചില നിന്നയുടെ മാറയുടെ അനുഭവങ്ങൾ ഇന്ന് പകൽക്കാലം മാറിപ്പോകാൻ പോകുന്നു. സ്തോത്രം. ഞാനൊരു പദം ഇന്ന് പകൽക്കാലം പറയാം. ദൈവത്തിന്റെ ഉത്തരം നിനക്ക് വേണ്ടി റിലീസായാൽ ഇന്നു വരെ നിന്റെ കുടുംബത്തെക്കുറിച്ചും നിന്റെ തലമുറയെക്കുറിച്ചും നിന്റെ മിനിസ്ട്രിയെക്കുറിച്ച് മനുഷ്യൻ പറഞ്ഞ വാക്കുകൾ മാറാൻ പോവുകയാണ്.
ഈ പകൽ നിങ്ങൾ വിശ്വസിച്ചോ, എനിക്ക് വേണ്ടി ദൈവം ഈ സീസണിൽ ഉത്തരം തരാൻ പോകുക. ദൈവം ഉത്തരം തന്നാൽ നിന്നെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്ക് ദൈവം മാറ്റാൻ പോകുക. യെസ്, സ്തോത്രം, ഹല്ലേലൂയ. മനുഷ്യൻ പറഞ്ഞ വാക്ക്, ഒരു പദത്തെ ഞാൻ കീറി തൊടാം. ഹല്ലേലൂയ, സ്തോത്രം. മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. നിങ്ങൾക്ക് പിടികിട്ടി ഈ ദൂതിന്റെ അർത്ഥം? ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യൻ അവളെ കുറിച്ച് പറഞ്ഞു വന്ന ഒരു പേരുണ്ട്, ഒരു പദമുണ്ട്, ഒരവസ്ഥയുണ്ട്. സ്തോത്രം. ദൂതൻ വന്നിട്ട് പറയാ, മച്ചി എന്ന് പറഞ്ഞു വന്നവൾക്ക് ഇത് 6-ാം മാസം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലോ. എന്താ ദൂതിന്റെ ആഴം? സ്തോത്രം. ഉത്തരം ദൈവം അവിടെ സെഖരിയാവിന് കൊടുത്തു. ഉത്തരം ദൈവം സെഖരിയാവിന് കൊടുത്തു. നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയത്തിന്റെ ഉത്തരം സെഖരിയാവിന് ദൈവം കൊടുത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ച ഒരു കാര്യമുണ്ട്. മനുഷ്യൻ പറഞ്ഞു വന്ന വാക്ക് മാറിപ്പോയി. ഇനി ആ വാക്കുപയോഗിച്ച്, ഇനി ആ വേട് ഉപയോഗിച്ചു അവളെ കുത്താൻ ദൈവത്തിന്, ഹല്ലേലൂയ, സ്തോത്രം, മനുഷ്യന് പറ്റത്തില്ല. മനുഷ്യന് പറ്റത്തില്ല. ഇന്ന് പകൽക്കാലം ഹന്നേ, ഹല്ലേലൂയ, പെനീനെ നിന്നെ കുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം തന്നു കഴിയുമ്പോൾ കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു. യെസ്, എന്നോട് ശക്തമായിട്ട് ദൈവം പറയുന്നു, ഈ ആണ്ട് കഴിയുന്നതിന് മുമ്പേ ചിലതിന്റെ നിന്ന മാറാനുള്ള ഉത്തരത്തിന്റെ പാക്കേജ് ദൈവം കരുതി വെച്ചിട്ടുണ്ട്. കർത്താവിനോട് ഇങ്ങനെ പറയുന്നു, ശക്തമായിട്ട് പറഞ്ഞു. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ദൂതനെ നിങ്ങളുടെ വ്യക്തിപരമായി ദൂതാക്കി സ്വന്തമാക്കിക്കോ. ഞാൻ പറയാം, ഹല്ലേലൂയ, സ്തോത്രം. 10 കോടി രൂപയെക്കാൾ വിലയുള്ള ഒരു സാധനം ദൈവം നിങ്ങളോട് ഇപ്പൊ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. നിന്റെ ലൈഫിനകത്തിൽ ഇന്ന് പകൽക്കാലം കർത്താവ് പറയുന്നു, കഴിഞ്ഞ 11 മാസം വെളിപ്പെടാതെ നിന്ന ചില മറുപടികൾ കർത്താവ് ഇങ്ങനെയാ പറയുന്നത്. ആ ആണ്ടിൽ ഹന്നയെ ദൈവം ഓർത്തതുപോലെ ഈ ഡിസംബർ തീരുന്നതിന് മുമ്പേ നിന്നെ ഓർത്തിട്ട് നിന്റെ ലൈഫിനകത്ത് നീ നാളുകളായി ചുമന്നുകൊണ്ട് നടന്ന നിന്ദകളെ മാറ്റുവാനുള്ള ഉത്തരം നിനക്ക് വേണ്ടി ദൈവാത്മാവ് റിലീസ് ചെയ്യുന്നു. ഓ, യേശുവിന്റെ നാമത്തില് ഈ മാസത്തെ നോക്കി നിങ്ങൾ വിശ്വസിച്ചോ? ഈ മാസത്തെ നോക്കി ഞാൻ വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുക, ഈ മാസത്തെ നോക്കി വിശ്വസിച്ചോ? സ്തോത്രം. ഈ മാസം നിങ്ങളുടെ ലൈഫിനകത്തിൽ കഴിഞ്ഞ 11 മാസം എടുക്കുവാൻ കഴിയാതിരുന്ന വിടുതലുകൾ നിങ്ങൾ കാണാൻ പോകുക. സ്തോത്രം. നിന്റെ കുടുംബം കാണാൻ പോകുക, നിന്റെ തലമുറകൾ കാണാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. മനുഷ്യൻ നിന്റെ കുടുംബത്തെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളെ ദൈവം അവസാനിപ്പിക്കാൻ പോകുക. മനുഷ്യൻ നിന്റെ തലമുറകളെ നോക്കി പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളെ ദൈവം അവസാനിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഞാൻ ഈ ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. ആത്മാവിൽ ആ ദൂതിനെ സ്വീകരിക്കാൻ പറ്റുന്നവർ സ്വീകരിച്ചു. ഇന്ന് പകൽക്കാലം നീ ആത്മാവിൽ ആരാധിച്ച ദൂതിനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിശാച് നിനക്കെതിരെ പറഞ്ഞ വാക്കുകളെ ദൈവം അവസാനിപ്പിക്കാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ നീ ചില നന്മകളിലേക്ക് കടക്കുന്നത് പോലെ യേശുവിന്റെ നാമത്തിൽ നിന്റെ ചില ഉത്തരങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം. സെഖരിയാവിന്റെ ആലയത്തിനകത്തിൽ മറുപടിയായി ദൂതൻ ഇറങ്ങിയിട്ട് പറഞ്ഞു, കുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ഉത്തരമായി, ഹല്ലേലൂയ. സെഖരിയ പറയാ, എന്റെ സാഹചര്യം ഇപ്പോൾ അനുകൂലമല്ലല്ലോ. ദൂതനൊരു കാര്യമേ പറയുള്ളൂ, നിന്റെ സാഹചര്യം അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളതല്ല എന്റെ വിഷയം. നിന്റെ ഉത്തരവുമായിട്ടാണ് ഞാനിപ്പോ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് പകൽ ആരോടൊന്ന് പരിശുദ്ധം ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ. നിന്റെ സാഹചര്യം ഈ ഉത്തരം പ്രാപിക്കാൻ അനുകൂലമോ പ്രതികൂലമോ ഇത് ദൈവത്തിനൊരു വിഷയമല്ല. ഇന്ന് പകൽക്കാലം നിന്റെ ഉത്തരവുമായിട്ട് ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നിരിക്കുക. അത് നിന്റെ നിന്ന മാറ്റാനുള്ള ഉത്തരമാ. ഈ സീസണിൽ നീ അതിനെ സ്വീകരിക്കും. യേശുവിന്റെ നാമത്തിൽ അതിനെ സ്വീകരിക്കുക. അതിനെ ഈ സീസൺ സ്വീകരിക്കുക. നിന്റെ മേലേക്ക് ഉത്തരം പതിയുകയാ. യേശുവിന്റെ നാമത്തിൽ നിന്റെ മേലേക്ക് ഉത്തരം പതിയുക. യേശുവിന്റെ നാമത്തിൽ കെട്ടിയ നിന്റെ മേലേക്ക് ഉത്തരം ഇറങ്ങി വരിക. ആ ഉത്തരം ഇറങ്ങി വരിക. ചിലരുടെ വ്യക്തിപരമായ പ്രാർത്ഥന, ചിലരുടെ വ്യക്തിപരമായ ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം വ്യക്തിപരമായി ലഭിക്കാൻ പോകുന്നു. ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. നിന്നെ പലരും പല വാക്കുകൾ പറഞ്ഞ് നിരാശപ്പെടുത്തി ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞ ചില വിഷയങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ചിലരോട് വ്യക്തിപരമായി ദൂത് ഇടപെടുന്നു. ഹല്ലേലൂയ. നിരാശപ്പെടുത്തിയ വാക്ക് നീ ശ്രദ്ധിക്കണ്ട, നീ കേൾക്കണ്ട, നീ മൈൻഡ് ചെയ്യണ്ട. ഇന്ന് പകൽക്കാലം നീയും ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടറിന്റെ ടൈം ആയത്. ഈ സമയത്ത് നീ ചില ദൈവത്തോട് അപേക്ഷിച്ചോ, പ്രാർത്ഥിച്ചോ. എന്നോട് കർത്താവ് ശക്തമായിട്ട് ഇങ്ങനെ പറയുന്നത്, ഏലിയാവ് എടുക്കപ്പെടുവാൻ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്രം, എലീശയോട് ഏലിയാവ് ചോദിക്കുന്നു, ഹല്ലേലൂയ, എന്തുവാ നിന്റെ അപേക്ഷ? ഹല്ലേലൂയ, സ്തോത്രം. അവിടെയാണ് ഏലിയാവിന്റെ മുമ്പിൽ എലീശ തന്റെ ഹൃദയം പകരുന്നത്. കുറച്ചു മുമ്പേ വരെ ഒത്തിരി പ്രവാചക ശിഷ്യന്മാർ പറഞ്ഞത്,
നിന്റെ ഹല്ലേലൂയ യജമാനൻ എടുക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നീ എന്തിനാ പിന്തുടരുന്നത്? ഇന്ന് പകൽ ആത്മാവ് ശക്തമായിട്ട് ചിലരോട് ഇടപെടുന്നു. മിനിമാത്തി വിശ്വസിച്ചു, ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അല്ലെ, കഴിഞ്ഞ നിമിഷം വരെ സാഹചര്യം നോക്കി നെഗറ്റീവ് പറഞ്ഞതിന്റെ വാക്ക് നീ പറയണ്ട. നിന്റെ ഹൃദയത്തിനകത്തൊരു ഒരു ആഗ്രഹമുണ്ട്, അത് ഈ ടൈമിൽ നീ ദൈവത്തോട് കൈമാറിക്കോ. ഹല്ലേലൂയ. ഏലിയാവ് പറയും, നീ ചോദിക്കുന്ന കാര്യം പ്രയാസമുള്ള, പക്ഷേ ഞാൻ എടുക്കപ്പെടുന്നത് കണ്ടാൽ. ഇന്ന് പകൽക്കാലം ഹൃദയത്തിൽ ചിലത് പ്രാപിപ്പാൻ താല്പര്യമുള്ളവന് ചുഴലിക്കാറ്റൊരു വിഷയമല്ല. അവൻ ആ ചുഴലിക്കാറ്റിനും പുതപ്പ് പിടിച്ചിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രഭാതത്ത് ദൈവാത്മ ശക്തമായിട്ട് പറയുന്നു, ചുഴലിക്കാറ്റുകൾ നിനക്കൊരു വിഷയമല്ല. ഇന്ന് പകൽക്കാലം നീ ചിലത് പിടിക്കും. പിടിച്ചെടുത്ത്, കർത്താവിന് ശക്തമായിട്ട് പറയുന്നു, ചിലത് ഇന്ന് പകൽക്കാലം നീ പിടിക്കും. നീ പിടിച്ചെടുത്തതും കൊണ്ട് നീ ചില യോർദാനുകളെ അടിക്കും. ഹല്ലേലൂയ സ്തോത്രം. യോർദാനുകൾ രണ്ടായി മുറിയും. ഈ പകൽ എന്നോട് ശക്തമായിട്ട് ദൈവാത്മ പറയുന്നു, ഈ മിനിറ്റിൽ ചിലത് പിടിച്ചെടുക്ക്. ഹല്ലേലൂയ. നിന്റെ മുൻപിലുള്ള യോർദാനുകളെ, നാളെയും നിനക്ക് മുറിക്കുവാനുള്ള യോർദാനുകളെ അല്ലെ അടിക്കുവാനുള്ള പുതപ്പ് ഈ മണിക്കൂറിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇടുവാൻ ആഗ്രഹിക്കുന്നു. അതിനെ ആത്മാവിൽ നീ റിസീവ് ചെയ്തു. എന്നോട് ശക്തമായിട്ട് കർത്താവ് പറയുന്നു, ഹല്ലേലൂയ, അടുത്ത മണിക്കൂറുകൾ നിന്റെ മുമ്പിൽ, ഹല്ലേലൂയ, നീ ഫേസ് ചെയ്യേണ്ട യോർദാനുകളെ മുറിക്കുവാനുള്ള, ആ യോർദാൻ നിനക്കൊരു തടസ്സമാകത്തില്ല. അതിനെ മുറിക്കുവാനുള്ള പുതപ്പ് ഇപ്പോൾ നിന്റെ മേൽ വീഴുകയാ. മോശെ, അടുത്ത ദിവസം നിനക്ക് അത്ഭുതം ചെയ്യേണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന ഒരു സാധാരണ വടിയുണ്ടല്ലോ, ആ വടിയെ എന്റെ കയ്യിലോട്ട് താഴോട്ടിട്, അതിനെ ഞാൻ ഒരു അത്ഭുതത്തിന്റെ വടിയാക്കി മാറ്റാം. അടുത്ത ദിവസം ഇതുകൊണ്ടാണ് നീ ഹല്ലേലൂയ ചെങ്കടലിനെ വിഭാഗിക്കേണ്ടത്. ഇന്ന് പകൽ ആത്മാവ് ശക്തമായിട്ടൊരു ദൂത് ദൈവജനത്തോട് കൈമാറുന്നു. ഈ മിനിറ്റിൽ ആരുടെയൊക്കെ മേൽ അല്ലെങ്കിൽ ഭയങ്കര ദൈവത്തിന് നിയോഗങ്ങൾ വീഴുന്നു. അടുത്ത ദിവസങ്ങൾ നിനക്ക് മുമ്പിൽ പ്രതികൂലമായിട്ട് വരുന്ന ചിലതിനെ തകർത്തു കളയാനുള്ള ഒരു അഭിഷേകത്തിന്റെ ശക്തി ഈ പകൽക്കാലം നിന്റെ മേലേക്ക് ആത്മാവിടുകയാ. നിനക്ക് തടസ്സമെന്ന് ചിന്തിക്കുന്നതിലെ വിഷയം നീ ആത്മാവിൽ വിഭാഗിക്കാൻ പോകുക. എന്നോട് ലൈവായിട്ട് ദൈവം ഇടപെടുന്നു. ഇപ്പോൾ ചിലരുടെ ചില അഭിഷേകത്തിന്റെ പകർച്ച അടുത്ത മണിക്കൂറുകൾ നിന്റെ മുമ്പിൽ പ്രതികൂലമായി കൊണ്ടുവരുക. ശത്രു പ്ലാൻ ചെയ്തിരിക്കുന്ന ചിലതിനെ ഹല്ലേലൂയ സ്തോത്രം വിഭാഗിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകൽ ആത്മാവ് ചിലരുടെ മേലെ ഇടുകയാണ്. ആത്മാവ് ചിലതിന്റെ മേൽ ഇടുന്നു. നിങ്ങൾ ഇത് സ്വീകരിക്കാൻ ഈ മിനിറ്റിൽ തയ്യാറാണെങ്കിൽ അടുത്ത മണിക്കൂറുകൾ നിങ്ങൾ ചിലതിനെ വിഭാഗിക്കും. ശക്തമായിട്ട് ആത്മാവിനോട് പറയുന്നു, ഹല്ലേലൂയ, അടുത്ത മണിക്കൂർ നീ നിന്റെ കൈ കൊണ്ട്, ഹല്ലേലൂയ, നിന്റെ വാക്കുകൊണ്ട് ചിലതിനെ വിഭാഗിക്കാൻ പോകുക. ഹല്ലേലൂയ. ചിലരുടെ വായികളെ ദൈവാത്മാവ്, ഹല്ലേലൂയ, തീനാവാക്കി തീർക്കാൻ പോകുക. തീനാവ് അങ്ങനെ ചില ചേഞ്ചസ്. ഓ സ്തോത്രം. രാമനാശബ്ദാന സീവ. ഓ സ്തോത്രം. തീനാവ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ഹല്ലേലൂയ. യുദ്ധമുഖത്ത് നിൽക്കുന്ന പട്ടാളക്കാർ, ഹല്ലേലൂയ, യുദ്ധമുഖത്ത് നിൽക്കുമ്പോഴല്ല യുദ്ധം അഭ്യസിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പുറത്ത് ഹല്ലേലൂയ യുദ്ധമുഖത്ത് നിൽക്കുവാൻ തക്കൊണ്ട് ഒരു പ്രാക്ടീസ് കൊടുക്കും, ഒരു ട്രെയിനിങ് ഉണ്ട്. ഈ ട്രെയിനിങ് എടുത്തിട്ട് യുദ്ധമുഖത്തേക്ക് പോയി നിൽക്കുന്നത്. ഇന്ന് പകൽ ആത്മാവ് പറയുന്നു, അടുത്ത ദിവസം നിനക്കെതിരെ കയറി വരുന്ന ശത്രുവിനെ, ഹല്ലേലൂയ, പരാജയപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ഒരു അഭിഷേക ഉപവാസ പ്രാർത്ഥനയുടെ 4ാം പകൽക്കാലം ദൈവം മേൽ ഇടുന്നു. തീർന്നില്ല. ദൈവം ചിലതിന് മേൽ ചില ആയുധങ്ങളെ കൈമാറുന്നു. ചില ആയുധങ്ങൾ, ചിലതിനെ ജയിപ്പാനുള്ള ഒരു ആയുധത്തെ ദൈവാത്മാവ് ചിലതിന് മേൽ കൈമാറ്റം നടത്തുന്നു, കൈമാറുന്നു. എത്ര പേർക്ക് പിടിക്കാൻ പറ്റും? എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കർത്താവിനോട് ശക്തമായിട്ട് പറയുന്നു, ഹല്ലേലൂയ, നിനക്കെതിരെ വരുന്ന ശത്രുവിന്റെ ചില പദ്ധതികളെ ജയിച്ചു കയറുവാൻ തമ്പുരാൻ നിന്റെ കയ്യിലേക്ക് ഒരു ആയുധ കൈമാറ്റം. കഴിഞ്ഞ നിമിഷം വരെ നിന്റെ കയ്യിലിരുന്ന വടി മോശെ ഒരു സാധാരണ വടിയാ, പക്ഷെ ഇപ്പോൾ ഇതൊരു അധികാരത്തിന്റെ വടിയാക്കി ഞാൻ മാറ്റിയ കാരണം ആ വടിയുടെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നു. ഹല്ലേലൂയ. ഈ പുതപ്പിന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നു. ഇന്ന് പകൽക്കാലം നിന്റെ ചില ആഗ്രഹങ്ങൾ
വാഗ്ദത്തങ്ങളെ ഈ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിവർത്തീകരിച്ചു തരത്തക്ക നിലവാരത്തിൽ ഈ പകൽക്കാലം ഒരു അധികാരം കർത്താവിനോട് പറയുന്നു. ഇന്ന് പകൽക്കാലം ഈ മീറ്റിംഗ് കഴിഞ്ഞ് നീ ചിലതിനോട് കൽപ്പിക്കുമ്പോൾ അത് തുറന്നു വരാൻ പോകുക, തുറവികൾ സംഭവിക്കാൻ പോകുക. ആത്മാവ് ശക്തമായിട്ട് എന്നോട് ഇടപെടുന്നു. ഇപ്പോൾ ഇത് ആത്മപകർച്ചയുടെ സമയമാ, ഒരു ഇമ്പാർട്ടേഷന്റെ സമയമാ. ഈ സമയം നീ പ്രാർത്ഥിച്ചോ, ഈ സമയം നീ ആത്മാവിൽ സ്തുതിച്ചോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ശക്തമായ ദൈവം പറയുന്നു, ഇത് ടൈം ചേഞ്ച് ആയി, ഈ സീസൺ ചേഞ്ച് ആയി. ഹല്ലേലൂയ. ഈ നിമിഷത്തിൽ എനിക്കല്ല റോൾ, ഇവിടെ പരിശുദ്ധാത്മാവിന്റെ റോള്. പരിശുദ്ധാത്മാവ് ചിലരുടെ സീസണുകളെ തിരിക്കുവാൻ തക്കുള്ള ഒരു ആത്മാവിന്റെ അധികാരത്തിന്റെ കൈമാറ്റം, ഒരു ഇമ്പാർട്ടേഷനായി ഈ മിനിറ്റിൽ ചിലതിന് മേൽ ഇടുന്നെന്ന് ആത്മാവ് ശക്തമായിട്ട് ഇടപെടുന്നു. അടുത്ത നിമിഷം നീ വാ തുറക്കുമോ നിന്റെ വായുടെ അധികാരം വെളിപ്പെടാൻ പോകുക. അധികാരത്തിന്റെ ശക്തി യേശുവിന്റെ നാമത്തിൽ, അതൊരു ഇമ്പാർട്ടേഷനായി യേശുവിന്റെ നാമത്തിൽ പകരുന്നു. കർത്താവിനോട് പറഞ്ഞു, നിന്നെ ജയിക്കാൻ നിൽക്കുന്നതിന് നീ ജയിക്കുന്ന ഒരു സീസൺ, നിന്നെ ജയിക്കാൻ നിൽക്കുന്ന, എന്നോട് ശക്തമായിട്ട് ആത്മാ പറയുന്ന പദങ്ങളാണ് ഞാൻ പറയുന്നത്. നിന്നെ ജയിക്കാൻ നിൽക്കുന്ന ചിലതിന് നീ ജയിക്കുന്ന ഒരു സീസൺ, നീ ജയിക്കുന്ന ഒരു സീസൺ യേശുവിന്റെ നാമത്തിൽ. കർത്താവിന് നിന്നെ ജയിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ദൈവവേദലേ, കർത്താവിന് നിന്നെ ജയിപ്പിക്കാൻ പദ്ധതിയുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയുടെ 4ാം പകൽക്കാലം ദൈവാത്മ പറയുന്നു, അടുത്ത നിമിഷം നിന്നെ ജയിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ചില ചെങ്കടലുകളെ ജയിക്കുവാൻ, ഹല്ലേലൂയ, ചില യോർദാനുകളെ ജയിക്കുവാൻ, ഇന്ന് പകൽക്കാലം നിന്റെ മേലേക്ക് ഒരു അധികാരത്തിന്റെ കൈമാറ്റം പരിശുദ്ധാത്മാവ് കൈമാറുകയാ. എന്നോട് ശക്തമായൊരു വെളിപ്പാട് ദൈവം ഇടപെടുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ചെങ്കടലും ഫറവോനും തമ്മിൽ കണക്റ്റഡാ. ഫറവോന് സപ്പോർട്ട് നിൽക്കുന്ന ചില ചെങ്കടലിനകത്ത് ഒരു ശക്തിയുണ്ട്. സ്തോത്രം. ഫറവോൻ പുറകിന് വരുമ്പോ എനിക്കറിയത്തൊരു വെളിപ്പാടാ കേട്ടോ ബീന സിസ്റ്ററെ. ഭയങ്കരമായിട്ട് ദൈവം പറയുന്നത് ചെങ്കടലിനെ ഫറവോനെ സപ്പോർട്ട് ചെയ്യുന്ന ചെങ്കടൽ. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, വെളിപ്പാട് ദൈവാമനോട് സംസാരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. കാര്യം ഫറവോൻ പിറകിന് വരും, ഞാൻ പിടിച്ചോളാം. മുമ്പ് ഇന്നോട് ചെങ്കടൽ പറയും, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്തോളാം. പക്ഷെ ഇന്ന് പകൽക്കാലം കർത്താവ് ശക്തമായിട്ട് പറഞ്ഞു, എനിക്കറിയത്തില്ല, കർത്താവിന്റെ ദാസിയെ ദൈവാമൻ ശക്തമായിട്ട് പറയുന്നു, ചിലത് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെ, ഒരു ദൂതൂടെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യുന്നു. ഇത് ഭയങ്കര വെളിപ്പാടാ. ഇത് ചിലതിനെ വിടിവിപ്പാനുള്ള. പത്രോസിനെ കാരാഗ്രഹം, ഇത് വീണ്ടെടുക്കപ്പെട്ട ജനം. സ്തോത്രം. ഹല്ലേലൂയ. ചിലത് സപ്പോർട്ട് ചെയ്യുക. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, തകർക്കാൻ വേണ്ടി. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ചിലതിന് സപ്പോർട്ടുകളെ, നിന്നെ തകർക്കാൻ വേണ്ടി പദ്ധതി ഒരുക്കി നിൽക്കുന്ന ചിലതിന്റെ കൂട്ടുകെട്ടുകളെ ദൈവം ഇന്ന് പകൽക്കാലം പൊളിക്കാൻ പോകുക കേട്ടോ. കർത്താവ് അടുത്തൊരു വെളിപ്പാട് എന്നോട് പറയുന്നു. ഹല്ലേലൂയ. പത്രോസിനെ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. യഹൂദന്മാർക്ക് സമ്മതം എന്ന് കണ്ടിട്ട്, ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, പത്രോസിനെയും പിടിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യഹൂദന്മാർക്ക് സമ്മതമാ. യഹൂദന്മാരെ സന്തോഷിപ്പിക്കാനാ. ഒന്നുകൂടെ പറഞ്ഞ, നിന്റെ കൂടെ നിൽക്കുന്ന പലതിനും സന്തോഷമാകത്തക്ക നിരവധി ശത്രു അതിന്റെ കൂടെ നിന്ന്, അല്ലേ, ചിലത് സപ്പോർട്ട് ചെയ്യുമ്പോൾ ചില സോളിഷ് പ്രയറിന്റെ സ്പിരിറ്റുകളെ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് ബ്രേക്ക് ചെയ്യും. യേശുവിന്റെ നാമത്തിൽ ചില സോളിഷ് പ്രയറിന്റെ സ്പിരിറ്റിനെ ദൈവം ബ്രേക്ക് ചെയ്യുക. സ്തോത്രം. ചില സോളിഷ് പ്രയറിന്റെ സ്പിരിറ്റിനെ ദൈവാമ ബ്രേക്ക് ചെയ്യുന്നതില്ല. ഭയങ്കരമായിട്ട് ദൈവാമ കണക്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കുറച്ചു മുമ്പേ സംസാരിച്ചപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ചിലർക്കെതിരെ പറഞ്ഞിട്ട വാക്ക് ഞാനൊരു നോർമൽ വേർഡായിട്ട് വിട്ടു. പക്ഷെ ഇപ്പൊ ഭയങ്കരമായിട്ട് ദൈവാമ ഈ ആത്മസാന്നിധ്യത്തിന്റെ നടുവ് എന്നോട് കർത്താവ് ശക്തപ്പെടുന്നു. സോളിഷ് പ്രയറുകൾ, സോളിന്റെ ഇഷ്ടപ്രകാരം, ജഡത്തിന്റെ ഇഷ്ടപ്രകാരം റിലീസ് ചെയ്തിരിക്കുന്ന ചില പ്രാർത്ഥനകളെ ദൈവം ക്യാൻസൽ ചെയ്യുന്നു. ഞാൻ ഇതുവരെ ഈ പ്ലാറ്റ്ഫോം ഈ വേർഡ് ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ ഈ ആത്മസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ മിനിറ്റിൽ കർത്താവിനോട് ശക്തമായിട്ട് പറഞ്ഞു, ചിലതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സോളിഷ് പ്രയറുകളെ ദൈവാത്മ ക്യാൻസൽ ചെയ്യുന്നു. സ്തോത്രം. രഹബിനെ ദൈവം വെട്ടുകയാണ്. മഹാസർപ്പത്തെ ദൈവം കുത്തിക്കളയുക. ഇന്ന് പകൽക്കാലം നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ചെങ്കടല. ചെങ്കടലിനകത്ത് ഇരിക്കുന്ന ഒരു ശക്തിയുണ്ട്, ഫറവോനെ സപ്പോർട്ട് ചെയ്യുന്നത്. അവൻ പറയുക, രഹബ് പറയുക, ഞാൻ തടഞ്ഞോളാം. മഹാസർപ്പം പറയുക, സ്തോത്രം. സമുദ്രത്തിനകത്ത് കിടക്കുന്ന ഡ്രാഗൺ പറയുക, ഞാൻ തടഞ്ഞോളാം. സ്തോത്രം. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, മോശേ, ഭയങ്കരമായിട്ട് ദൈവം, നിങ്ങൾക്ക് ഇത് പിടിക്കാൻ പറ്റുമോ പിടിച്ചോ. മോശേ, എടാ കരം നീട്ടറാ വടി. അധികാരത്തോടെ ദൈവം പറഞ്ഞു, നീട്ടിക്കോ വടി.
ഞാൻ ഈ മിനിറ്റിൽ ഒരു അധികാരത്തോടെ നിങ്ങളോട് സംസാരിക്കുന്നത്. നീട്ടിക്കോ പടി. നീ നോക്കുമ്പോൾ കാണുന്ന ചെങ്കടല, പക്ഷെ ഇതിനകത്ത് ചില സ്പിരിറ്റുകളുണ്ട്. പുറകിൽ നിന്നെ പേടിപ്പിച്ചുകൊണ്ട് വരുന്ന ചില ശക്തികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില സ്പിരിറ്റുകൾ. നിന്റെ മുമ്പിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകൾക്ക് പിൻപില് ചില ശക്തികൾ വെല്ലുവിളിക്കുക. പക്ഷേ മോശെ വടി നീട്ടിക്കോ. ചില ഡ്രാഗന്റെ സ്പിരിറ്റുകൾ ഇന്ന് അവസാനിക്കുക. എടാ സ്പിരിറ്റെ റാമാന സിയ രഗച്ചുടിയ സ്തോത്രം. അല്ലെങ്കിൽ നീ പുറകിൽ നിൽക്കുന്ന ഫറവോനെ സൈന്യത്തെ കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമെന്നാണ് നീ ചിന്തിക്കുന്ന. അല്ല, അല്ല. ഇതിനെ വേർതിരിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ പദ്ധതിക്കകത്തി തന്നെ. സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ചിലതിനെ ദൈവം തകർക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് പകൽ നീ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. മോശെ വടി നീട്ടിക്കോ. ഹല്ലേലൂയ, സ്തോത്രം. ചില ഡ്രാഗന്റെ സ്പിരിറ്റിനെ യേശുവിന്റെ നാമത്തിൽ സ്വർഗം ഇന്ന് പകൽക്കാലം അറസ്റ്റ് ചെയ്യാൻ പോവുക. ഇന്ന് പകൽ യഹോവയുടെ ഭുജം ചിലതിനു വേണ്ടി ഉണരാൻ പോവുക. ഈ മിനിറ്റിൽ യഹോവയുടെ ഭുജം ചിലതിനു വേണ്ടി ഉണരാൻ പോവുക. ഈ ഉപവാസത്തിന്റെ 4ാം പകൽക്കാലം കർത്താവ് ശക്തമായിട്ട് പറയുന്നു, ചില ഹല്ലേലൂയ സ്തോത്രം ഡ്രാഗൺ സ്പിരിറ്റുകളെ ദൈവാത്മാവ് കടിയുന്നു. സ്തോത്രം, സ്തോത്രം. ആത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പല കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞു. ഞാൻ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നവരുടെ ക്വാളിറ്റി പറഞ്ഞു. ഞാൻ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ പറയാനേ വന്നതല്ല. പക്ഷേ തുടക്കത്തിൽ ബീനസസ് ഒരു പദം പറഞ്ഞു. ആ പദത്തിലെ ഇപ്പം പരിശുദ്ധമുണ്ട് കൺക്ലൂഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രോസ് ഓവർ. ഇപ്പൊ നമ്മൾ എവിടാ നിൽക്കുന്നത്? ക്രോസ് ഓവറിന്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ക്രോസ് ഓവർ ഒന്നും പറയാൻ വന്നതല്ല. പക്ഷേ ദൈവാത്മാവ് ആ സഹോദരി പറഞ്ഞ ലീഡ് ചെയ്ത വ്യക്തി പറഞ്ഞ പദത്തിൽ ദൈവാത്മ കൊണ്ട് കണക്ട് ചെയ്ത് നിർത്തുന്നതുണ്ടോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾക്ക് പിടികിട്ടിയോ? വല്ലതും പിടികിട്ടിയോ? പിടികിട്ടിയവർക്കായി സ്തോത്രം. ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുക. ഞാൻ ഇതിങ്ങനെ പലയിടത്തും കണ്ടിട്ടുണ്ട്. അതാ ഞാൻ നിങ്ങളുടെ അടുക്കൽ മുമ്പേ ഹൃദയം തുറന്ന് പറഞ്ഞത്. കണ്ടോ എവിടാ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്നത്? ഇന്ന് പകലില് നീ പ്രതീക്ഷിക്കാതെ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില ഡ്രാഗൺ സ്പിരിറ്റുകളുണ്ട്. സ്തോത്രം. നിന്നെ മുൻപോട്ട് വിടാൻ നിൽക്കുന്ന ചില ശക്തികളുണ്ട്. ഇന്ന് പകൽക്കാലം അതിനെ ദൈവം വിഭാഗിക്കാൻ പോവുക. അതിന്റെ തലയെ തകർക്കുക. ഇന്ന് പകൽ പ്രാർത്ഥിച്ചു, യഹോവയുടെ ഭുജമേ ഉണരണമേ. പണ്ടത്തെ കാലത്തും പൂർവ്വകാലത്തും എന്നതുപോലെ യഹോവയുടെ ഭുജം. ഇന്ന് പകൽ ഒന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറാണ്. യഹോവയുടെ ഭുജമേ ഉണരണമേ. യഹോവയുടെ ഭുജമേ ഉണരണമേ. സ്തോത്രം. യഹോവയുടെ ഭുജമേ ഉണരണമേ. സ്തോത്രം. ഇന്ന് പകൽ നീ വിശ്വാസത്തോടെ കരം നീട്ടിക്കുക. യഹോവയുടെ ഭുജം ഉണരാൻ പോവുക. അല്ലെങ്കിൽ ചിലതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് പകൽക്കാലം തകരാൻ പോവുക. നീ അക്കരയെത്താൻ പോവുക. നീ വാഗ്ദത്തത്തിലേക്ക് കയറാൻ പോകുക. വാഗ്ദത്ത കനാനിലേക്ക് നിന്നെ ദൈവം സ്റ്റെപ്പ് എടുത്ത് വെപ്പിക്കാൻ പോവുക. നീ ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നിൽക്കുന്ന പ്രതിസന്ധിയെ നീ ക്രോസ് ഓവർ ചെയ്യാൻ പോവുക. യെസ്, യേശുവിന്റെ നാമത്തിൽ ദൈവാത്മനെ കൊണ്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ പദത്തിലേക്ക് ഞാൻ കയറുകയാ. എനിക്ക് മനസ്സിലാകുന്നു ഇന്ന് പകൽക്കാലം നിന്നെ കാലെടുത്ത് വെപ്പിക്കത്തില്ലെന്ന് പറയുന്ന ചില മേഖലകളുടെ പിൻപിൽ നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ ഹല്ലേലൂയ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ ചില മഹാസർപ്പങ്ങളെ ദൈവം ഇന്ന് പകൽക്കാലം കുത്തിക്കളയാൻ പോവുക. ചിലതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആ വിചാരങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, മന്ത്രവാദങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അസൂയെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവായ പലതിനെയും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, നെഗറ്റീവ് പ്രയറുകളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ ഇന്ന് പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ ഇതിന്റെ നടുവിൽ തകർന്നു മാറുക. ഇന്നലകളിൽ നീ അവന്റെ കയ്യിലായിരുന്നു. യെസ്, പിടിവിടുന്നു. ഇന്നലകളിൽ നീ അവന്റെ കയ്യിലായിരുന്നു. പക്ഷെ അവന്റെ കയ്യിലായിരുന്നത് കൊണ്ട് നിന്നെ വിടുവിച്ചെടുക്കാൻ നീ വിട്ടു പോകരുത്. നീ റിലീസ് ആകരുത്. അവന്റെ കയ്യിൽ തന്നെ കുടുങ്ങി കിടക്കണമെന്ന് പറഞ്ഞു ഹല്ലേലൂയ. പിന്നെയും പിടിച്ചകപ്പെടുത്തി കളയുവാൻ വന്നോണ്ടിരിക്കുന്ന ചില സ്പിരിറ്റുകളെ ഹല്ലേലൂയ അത് മുഖാന്തരം വഴി അടഞ്ഞു കിടക്കുന്ന ചിലരുടെ മുമ്പിൽ ദൈവാത്മ വഴി തുറക്കുന്നു. നിങ്ങൾക്ക് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ. ഇത് ഞാൻ ലൈവായിട്ട് പറയുക. സ്തോത്രം. എന്റെ ബുദ്ധി നല്ല ആത്മാവ് ശക്തമായിട്ട് പറയുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ചില മേഖലകളെ അഡ്രസ് ചെയ്യണമെന്നുണ്ട്. സ്തോത്രം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എന്റെ ദൈവമക്കളെ, എന്റെ സ്വന്തം സഹോദരങ്ങളെ പോലെ കണ്ട് ഞാൻ പറയുക, എനിക്കറിയത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധമായിട്ട് പറയാം, നീ ചിലർക്ക് ഒതുങ്ങിക്കിടക്കണം, ചിലതിന്റെ കൈ കിടക്കണം. അത് ആത്മീയന്മാരെന്ന് പറയുന്ന ജഡികന്മാരായിക്കോട്ടെ, ലോകക്കാരൻ ആരും ആയിക്കോട്ടെ, നീ ചിലടത്ത് ഒതുങ്ങിക്കിടക്കണം. ചിലതിന് നിന്റെ വരുമാനം ആവശ്യമാണ്. അതുകൊണ്ട് നീ ഇങ്ങനെ കിടക്കണം, നീ ഇങ്ങനെ കിടക്കണം. നിങ്ങൾക്ക് വിവേചിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ എടുത്തു. സ്തോത്രം. നീ ഇങ്ങനെ കിടക്കണം. സ്തോത്രം. ഫറവോനെ, ഒരു 2 മിനിറ്റ് ബിനസേ, ഭയങ്കരമായിട്ട് ആത്മാവ് ഇടപെടുന്നു, ഭയങ്കരമായിട്ട് ആത്മാവ് ഇടപെടുന്നു. 2 മിനിറ്റ്. ഫറവോനെ, ഇന്നലകളിൽ നിന്റെ മുഴുവൻ അധ്വാനങ്ങളും നിനക്ക് ചെയ്തു തരാൻ വേണ്ടി, സ്തോത്രം, ഇസ്രായേൽ മക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈസിയാ, നല്ല പരുവ, നല്ല സുഖമായിരുന്നു. സ്തോത്രം. മൊത്തം അധ്വാനിപ്പിക്കായിരുന്നു. ഇവന്റെ കയ്യിൽ നിന്ന് മൊത്തം ഇങ്ങ് മേടിക്കായിരുന്നു ഓസിന്. പക്ഷേ ഇവൻ ഈ കിടന്ന് ഞെരുങ്ങുക. വേണ്ടവർ പിടിച്ചോണം, വേണ്ടവർ പിടിച്ചോണം. ലൈവായിട്ട് ദൈവം സംസാരിക്കുക, വേണ്ടവർ പിടിച്ചോണം. ഇവൻ കിടന്ന് ഞെരുങ്ങുക. ഇവൻ അറിയാം ഇതല്ല ഇവന്റെ ഡെസ്റ്റിനി എന്നറിയാം, ഞെരുങ്ങുവാന്നറിയാം. എന്നോട് എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? സ്തോത്രം. പലതിനെയും പിന്നെ ഒന്ന് വിടുവിച്ചെടുത്തോണ്ട് വരാൻ കിടന്നപ്പെടുന്ന പാട്, ചിലതിനകത്ത് പെട്ടുകിടക്കുക. ചില പാസ്റ്റർമാരെന്ന് പറയുന്നവന്റെ വീടിനകത്ത് പെട്ടുകിടക്കുക. നിന്റെ വരുമാനം അവന് ആവശ്യമാണ്, പെടുത്തിയിട്ടിരിക്കുക. നീ അവിടുന്ന് പോയാൽ അവന്റെ നന്മ നഷ്ടപ്പെടും. നീ സ്വതന്ത്രമായി അവന്റെ നന്മ നഷ്ടപ്പെടും. സ്തോത്രം. നീ റിലീസായ ഒരു കൂട്ടത്തോട് ചേർന്ന് നിൽക്കുക. ഹൃദയവിശാലതയുള്ള ഒരു കൂട്ടത്തോട് ചേർന്ന് നിൽക്കുക. സ്തോത്രം. ഞാനൊരു സംഭവം തൊടാം. സ്തോത്രം. ഇവിടെ ഷാർജയിൽ ചില നാളുകൾക്ക് മുമ്പേ, വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഒരു മകൻ, ഒരു ഫാമിലി, അവർ UK പോയി, രക്ഷപ്പെടുന്നില്ല. അവർ ഓസ്ട്രേലിയയിൽ പോയി, രക്ഷപ്പെടുന്നില്ല. 10 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. ഭാവി എങ്ങും ഗതി പിടിക്കുന്നില്ല. പ്രാർത്ഥിക്കാൻ വിളിച്ചെന്നെ. ആദ്യത്തെ സ്തോത്രം പ്രാവശ്യം പ്രാർത്ഥിച്ചു, ശക്തമായ ദൈവം ഇടപെട്ടു. 2ാമത്തെ പ്രാവശ്യം എന്നെ വിളിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഇവന്റെ റൂട്ട് എവിടാന്ന് ദൈവം എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഇവന്റെ റൂട്ട് എവിടാന്ന് എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം. ഇവർ പെട്ട റൂട്ട് എവിടാന്ന് വെളിപ്പെടുത്തി തരണം. നിങ്ങൾക്കറിയോ, പെട്ട റൂട്ട് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടു. സ്തോത്രം. ഷാർജയിൽ ഇവിടെ ഉണ്ടായിരുന്നപ്പോ അവൻ നിന്ന ചർച്ചിൽ നല്ല വരുമാനമായിരുന്നു അവനെ കൊണ്ട്. അവൻ UK പോകുമെന്ന് പറഞ്ഞ് പബ്ലിക്കായിട്ട് അല്ലെങ്കിൽ സാക്ഷ്യം പറഞ്ഞപ്പോ, ഇതൊക്കെ ഇന്ന് ആത്മീയ കോളത്തിൽ നടക്കുന്ന, മറച്ചു വെച്ചിട്ട് കാര്യമില്ല. വേണ്ട, അവൻ പിടിച്ചോ. ഞാനിത് പറയാമെന്നല്ല, ആത്മാവ് ആ മേഖലയെ കൊണ്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇല്ല, ഞാൻ പറയത്തില്ലായിരുന്നു. സ്തോത്രം. ദൈവാമ റൂട്ട് പിടിച്ചു വന്നപ്പോ ഞാൻ അവിടെ ചോദിച്ചു, കാര്യങ്ങൾ ചോദിച്ചു വന്നപ്പോ പറഞ്ഞു, പാസ്റ്ററെ ഞാൻ ഷാർജയിലായിരുന്നു, പാസ്റ്റർ അറിയാവോ, ഇത്ര വർഷം ഞാൻ ഷാർജ ഇന്ന ചർച്ചിലായിരുന്നു. ഞങ്ങൾ പോകാൻ UK പോകാൻ ദൈവം ആലോചന പറഞ്ഞു, വഴികളെല്ലാം തുറന്നതാ. സ്തോത്രം. ഞങ്ങൾ ടെസ്റ്റ് മണി പറഞ്ഞ, സാക്ഷ്യം പറഞ്ഞപ്പോ അന്നത്തെ പാസ്റ്റർ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, നീ പോകണ്ട, നീ പോകണ്ട. പക്ഷെ ദൈവം എന്നോട് പറഞ്ഞു, ദൂതായോണ്ട് പോയേ പറ്റത്തുള്ളൂ. ഞങ്ങൾ പോയി. ഇന്ന് വരെ ഗഡു പിടിച്ചിട്ടില്ല. 10 വർഷമായിട്ട് അവന് കുടുംബത്തിൽ തലമുറയില്ല. 10 വർഷമായിട്ട് അവന് രക്ഷപ്പെടാൻ പറ്റിയില്ല. UK മാറുന്നു, ഓസ്ട്രേലിയ മാറുന്നു, രക്ഷപ്പെടുന്നില്ല. അന്ന് ദൈവം എന്റെ റൂട്ട് പിടിച്ചു. ഞാൻ അന്ന് അവൻ വിളിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് റൂട്ട് എനിക്കൊന്ന് പിടിച്ച് തരണം. അപ്പോഴാ റൂട്ട് പിടി കിട്ടിയത്. എത്ര കേസ് ഇങ്ങനെ. സ്തോത്രം. നിങ്ങൾ എന്നോട് ചോദിക്കുക, 1000 അനുഭവം ഞാൻ പറയാം. പക്ഷെ റൂട്ട് പിടിച്ചതൊക്കെ രക്ഷപ്പെട്ടു കേട്ടോ. റൂട്ട് പിടിച്ച് അന്ന് വെട്ടി, റൂട്ട് പിടിച്ചതുപോലെ ഇത് രക്ഷപ്പെട്ടു. ഇന്ന് പകൽ ഫറവോനെ, നിനക്ക് സുഖവാ ഈ ജനത്തെ കൊണ്ട് അധ്വാനിപ്പിക്കാൻ. പക്ഷേ ജനത്തെ ദൈവം പുറപ്പെടുവിച്ചപ്പോഴും ഫറവോനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ചില സ്പിരിറ്റുകൾ ചെങ്കടൽ എന്ന മുഖേന മുമ്പിൽ നിൽക്കുക. നമ്മൾ നോക്കുമ്പോൾ ചെങ്കടല. സ്വാഭാവികമല്ലേ? സ്വാഭാവികമല്ലേ? നിങ്ങൾ ചെങ്കടലിൽ വഴി തുറക്കണമെന്നൊക്കെ പറയുന്നത് നിങ്ങൾ മോശമല്ലേ ഈ പറയുന്നത്? ഒരു ചെങ്കടൽ സ്വാഭാവിക വിഷയമാണ്. സ്വാഭാവിക വിഷയത്തിനകത്ത് നീ അറിയാതെ പലതിനെ സപ്പോർട്ട് ചെയ്ത് മറഞ്ഞിരിക്കുന്ന
ഞാൻ ഇന്ന് വരെ ഇടത്തും പറഞ്ഞില്ല, പക്ഷെ പരിശുദ്ധമായിട്ട് ലൈവായിട്ട് ഇടപെടുന്നു. ചിലതിനെ ഈ ഉപവാസം പറഞ്ഞ് വിടിവിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവർ മാത്രം, ഞാൻ എല്ലാവരും വിശ്വസിക്കാൻ പറയത്തില്ല, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം, വിശ്വസിക്കുന്നവർ മാത്രം ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്തു. നിങ്ങൾ കർത്താവിന്റെ കർത്താവേ, ചില മേഖലയിൽ എനിക്ക് പുറത്തു വന്നേ പറ്റത്തുള്ളൂ, പുറത്തു വന്നേ പറ്റത്തുള്ളൂ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരനുഭവം കൂടെ ഞാൻ തൊടാം. ഹല്ലേലൂയ, സ്തോത്രം. എന്റെ ചർച്ചിൽ ഒരു കുടുംബം, അവർക്ക് അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉണ്ട്, പക്ഷേ ഒരിടത്ത് പോയി ഒരു വീടിനകത്ത് പോയി പെട്ടു. ചിലരുമായിട്ട് കണക്ട് ചെയ്ത് ഒരു വീടിനകത്ത് പോയി പെട്ടു. അവർ എത്ര ശ്രമിച്ചിട്ടും വെളിയിൽ വരാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ ഒരു 21 ദിവസം ഇതേപോലെ ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആത്മനിയോഗത്തിന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, കർത്താവ് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, വേണ്ടവർ എന്നോട് ചേർന്ന്, ഞാൻ പറഞ്ഞു എല്ലാവരും എഴുന്നേക്കണ്ട, വേണ്ടവർ എന്നോട് ചേർന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. സ്തോത്രം. അന്ന് സ്തോത്രം ആ കുടുംബം എഴുന്നേറ്റു, എല്ലാവരും എഴുന്നേറ്റു. സ്തോത്രം. നിങ്ങൾക്കറിയാമോ, അതേ വീടിനകത്തില് സ്തോത്രം അന്ന് പ്രാർത്ഥന നടന്ന അതേ വീടിനകത്തിൽ കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥന നടന്നപ്പോ അന്ന് നിലവിളിച്ച് കരഞ്ഞ കുടുംബത്തിന് വേണ്ടി ദൈവം അത്ഭുതകരമായിട്ട് വഴി തുറന്നു. പുതിയ വീട് ദൈവം അവർക്ക് തുറന്നു കൊടുത്തു. നാളുകളായിട്ട് നിങ്ങൾക്കറിയോ, ചില മേഖലകൾ നിങ്ങൾ കെട്ടപ്പെട്ട, നിങ്ങൾ ശ്രമിച്ചാലും നടക്കത്തില്ല, വിടുതലില്ല. അവർക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ചാലും നടക്കത്തില്ല. പക്ഷെ ചില കെട്ടുകൾ ദൈവം അഴിച്ചാൽ നീ പോലും ചിന്തിക്കാത്ത നിലവാരത്തിൽ വഴികളെ ദൈവം തുറന്ന് നിന്നെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം ചിലതിനു വേണ്ടി ദൈവം ചെയ്യുകയാ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകൽക്കാലം ദൈവാപശക്തമായിട്ട് പറയുന്നു, നീ എത്താതിരിക്കാൻ ചില ഡെസ്റ്റിനേഷനുകളെ അടച്ചു വെച്ചിരിക്കുന്ന ചില ഫറവോന്യ മണ്ഡലങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഒരു അധികാരം നിന്റെ മേലേക്ക് കൈമാറിയിട്ട് ആത്മാവ് പറയുന്നു, നീ ചിലതിനെ വിഭാഗിക്കുക, നീ അപ്പുറത്തെത്താൻ പോകുന്നു. ഇനി നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ പൊട്ടിക്കേണ്ടത് പൊട്ടിച്ചു. ഞാനിവിടെ നിർത്താൻ പോവാ. സ്തോത്രം. ഇന്ന് പകൽ നിങ്ങൾ വിടരുത്, ഈ ഉപവാസ നിങ്ങൾ വിടരുത്. ചിലതിനെ ആത്മാവിൽ പ്രാർത്ഥിച്ച് പൊട്ടിച്ചു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോവാ. ചിലതിനെ നിങ്ങൾ മറികടന്ന് അപ്പുറത്ത് ചെല്ലാൻ പോവാ. സ്തോത്രം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് ദൈവാത്മം ഇടപെട്ടതിനായ സ്തോത്രം. ഈ പ്രഭാതത്തിൽ കർത്താവ് ഈ ഉപവാസത്തിന്റെ 4-ാം പകൽക്കാലം ദൈവാത്മം അടുത്ത തലങ്ങളിൽ ചിലതിനെ ഹല്ലേലൂയ എത്തിച്ചതിനായി സ്തോത്രം. കർത്താവെ, ഇവർക്ക് മുൻപോട്ട് പോകാൻ കഴിയാതെ വേണം ചില മേഖലകളെ ഹൈഡ് ചെയ്ത് പിശാച് ഇവരുടെ കണ്ണിനെ കെട്ടി ഇവരുടെ നന്മകളെ തടഞ്ഞുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ ഇന്ന് പകൽക്കാലം ദൈവാത്മം ഇവരുടെ കണ്ണുകളെ പ്രകാശിപ്പിച്ച് ചില മേഖലകളെ ആത്മാവിന്റെ അധികാരത്തോടെ ചിലതിനെ വെട്ടിമാറ്റി അപ്പുറത്തേക്ക് കടന്ന് ഇവർക്കെതിരെ മനുഷ്യൻ പറഞ്ഞുകൊണ്ടിരുന്ന വാക്കുകളെ ദൈവാത്മാവ് ക്യാൻസൽ ചെയ്യിപ്പിച്ച് ഈ ജനത്തെ അപ്പുറത്തെത്തിച്ചതിനായ സ്തോത്രം. ഈ ഉപവാസ പ്രാർത്ഥന തീരുന്നതിന് മുമ്പേ സൂപ്പർ നാച്ചുറൽ ടെസ്റ്റിമണികൾ ഇതിനകത്ത് പല കുടുംബങ്ങളിൽ നിന്നും പുറത്തു വരുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇതിനകത്തിൽ ഡിക്ലറേഷൻ നടത്തുന്നു. അങ്ങനെ ആത്മാവ് ഇന്ന് പകൽക്കാലം ചെയ്തതിനായ സ്തോത്രം. തുടർന്നുള്ള ദിവസം ഉപവാസ പ്രാർത്ഥനകൾ ദൈവം അനുഗ്രഹിക്കും. ഈ മിനിസ്ട്രി അനുഗ്രഹിക്കും. കർത്താവിന്റെ ദാസിയെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കും. ഈ പ്ലാറ്റ്ഫോമിനായി നന്ദി കർത്താവെ, ഇന്ന് പകൽക്കാലം ഇത്രയും വരുന്ന ജനത്തിനോ ദൈവത്തിന് വിടുതൽ ചെയ്യുവാൻ തക്കവണ്ണം, ദൈവത്തിന് തന്റെ പ്രവൃത്തി ചെയ്യുവാൻ കർത്താവ് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിനെ ദൈവം ഒരുക്കിയതിനായി നന്ദി. അതിനായി കർത്താവെ, അങ്ങയുടെ ദാസിയെയും കുടുംബത്തെ ഒരുക്കിയതിനായി നന്ദി. കർത്താവ് അനുഗ്രഹിക്കണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടും നന്ദി പറയുന്നു. ഞാൻ ഒരു വാക്കിൽ സ്തോത്രം. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ കർത്താവിന്റെ ദാസിയോടായിരിക്കണം നന്ദിയുള്ളവരായിരിക്കേണ്ട. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ പ്ലാറ്റ്ഫോം വന്ന് ശുശ്രൂഷിക്കുന്നെങ്കിൽ ഇത്രയും പേരെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരാൻ അവരാണ് അധ്വാനിക്കുന്നത്. സ്തോത്രം. ഇത്രയും പേർക്ക് ഒരു വിടുതലായി തീരുവാൻ അവരാണ് അധ്വാനിക്കുന്നത്. ആ പ്ലാറ്റ്ഫോം ഒരുക്കിയ കർത്താവിന്റെ ദാസിയോടും കുടുംബത്തോടും നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.